നമസ്കാരം, ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. അപ്പൊ ഐശ്വര്യമായിട്ട് നമ്മൾ എപ്പിസോഡ് തുടങ്ങാൻ പോവാണ്. കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം പ്രചോദ് ചേട്ടാ, ഷാജോൻ ചേട്ടാ ആൻഡ് ബിജുക്കുട്ടൻ ചേട്ടാ. തുടങ്ങല്ലേ? ആദ്യത്തെ സ്കിറ്റ്. പത്തനംതിട്ട ടീം റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഹരി, രാജേഷ് കൊട്ടാരത്തിൽ ആൻഡ് സുജിത്. ഇത് ഐറ്റം വേറെ. രായനു സുമയോടാണിഷ്ടം, പക്ഷേ സാലിക്ക് രായനോടാണ്. കൊച്ചിന്റെ തല ഒരു പേനും ഇല്ല. ഇനി എടി അതേസമയം ഉച്ചയുടെ തല നോക്കണം, എന്തോ പേനാന്നറിയാം. എന്താ പറഞ്ഞ പണി അടി കാണിച്ചേ? ചേച്ചി എന്തെടുക്കാൻ പോയതാ? ഞാൻ എന്താ എടുക്കാൻ പോയത്? മുന്നേ തെറ്റി പോയത്. അയ്യോ സോറി ചേച്ചി, ഞാൻ പേനെ കൊല്ലുമല്ലായിരുന്നു. കടിച്ചായിരുന്നു, അതായിരുന്നു. കുറുമ്പ് കടിച്ച്. എവിടെ നടി നൈറ്റ്? അയ്യോ ഞാൻ അണ്ണാച്ചിനെ എടുത്ത ചേച്ചി. അയ്യോ കളറില്ല. അണ്ണാച്ചിക്കോ? അയ്യോ അണ്ണാച്ചിക്കല്ല, നൈറ്റിക്ക്. നൈറ്റിക്കോ? എടി നിനക്ക് വേറൊരു പുള്ളിയില്ലായിരുന്നോ? അത് അണ്ണൻ പൊക്കിയില്ല ചേച്ചി. എനിക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. പക്ഷെ ഞാൻ ചോദിച്ചത് അതല്ല, വേറെ നൈറ്റിയില്ലായിരുന്നു, പുള്ളി നൈറ്റി. അയ്യോ അതും കൊള്ളത്തില്ല, എടുത്ത് കളഞ്ഞതങ്ങനെ. നീ എന്താ താമസിച്ചേ? അടവുണ്ടായിരുന്നേ. പണിക്ക് വരാതിരിക്കാനോ? അങ്ങനെയാണോ പറയുന്നത്? ലോണിന് അടവുണ്ടായിരുന്നടി. ആ എന്നിട്ട് ഞാനേ നമ്മുടെ കൈ ഇരിക്കുന്ന ATM കാർഡിന്റെ ATM നമ്മുടെ കവലയില്ലല്ലോ. അതില്ല. അത് ഇവിടെ നമ്മൾ ഓട്ടോ വിളിച്ച് വേറെ കവലയിൽ പോകണം. ഇവിടുത്തെ ATM പൈസ എടുത്താൽ 24 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങ് പോകും. എനിക്ക് അന്നേരം ഒരു ബുദ്ധി ചോദിച്ചടി. ഞാൻ അവിടെ ശശാണന്റെ ഓട്ടോ വിളിച്ചിട്ട് 60 രൂപ ഓട്ടോ അത് എടുത്തോണ്ട് വന്ന് ഞാൻ ഗിരിജയുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ടാണ് ഞാൻ ഈ വരുന്നത്. ഓടി മണ്ടി. ഇതൊന്നും ബുദ്ധിയല്ല, ഞാൻ കാണിച്ചല്ലോ എന്തോ നല്ല ഒരു ബുദ്ധി പരിപാടി. എനിക്ക് റേഷൻ കാർഡ് കൊണ്ട് ഞാൻ പഞ്ചായത്ത് ഒരു ആഫീസിൽ ഒരു കാര്യത്തിന് പോയി. അവിടെ ചെന്നപ്പോ എന്നാ പറയുക, റേഷൻ കാർഡിൽ ഒരു കോപ്പി വേണമെന്ന്. റേഷൻ കാർഡ് എന്റെ കയ്യിലിരിക്കുവാന്നേ, കോപ്പി ഒരെണ്ണം വീട്ടിലിരിക്കും. ഞാൻ 100 രൂപ കൊടുത്ത് ഓട്ടോക്കൂലി കൊടുത്ത് വീട്ടിൽ പോയി ആ കോപ്പി എടുത്തു. അല്ല പിന്നെ എനിക്ക് ആ കോപ്പി നഷ്ടമാണ്. നമ്മളെ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ബുദ്ധി ആണുങ്ങളെക്കാരും ഇല്ലേ? അതാണ്, അതുകൊണ്ടല്ലേ ഇപ്പൊ എന്റെ അണ്ണ എന്റെ കൂടെ വീട്ടിലിരിക്കുന്നത്. ഞാൻ ഒരു വേറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞേക്കാം. ജാനകി അമ്മ ചെയ് താമസിച്ചായി വരുന്നത് ഈ സൈറ്റ് ബ്രോക്കർ പണി സമ്മതിക്കരുത്. ഒരിക്കലുമില്ല, എന്റെ സൈറ്റിൽ പറ്റില്ല. അത് ഞാൻ സമ്മതിക്കുന്നുമില്ല. എന്റെ രമേ, നിനക്ക് എന്നെ അറിയാൻ വയ്യാത്തോണ്ടാ. ഇന്ന് ഇച്ചയുടെ ഈ വേല ഞാൻ നടത്തും. ഒന്നി തൊഴിലുറപ്പ് അല്ലെ തൊഴിലോ എന്തൊക്കെ അവർക്കൊന്നും അവര് ബ്രോക്കർ പണി ഏതിൽ ഒന്നും ഉറപ്പിച്ചോ? കല്യാണം ഉറപ്പിച്ചോ? കല്യാണം ഉറപ്പിച്ചെന്നല്ല, എന്റെ മൺപെട്ടി ഉറപ്പിച്ചത്. അമ്മത്തി ഉറപ്പ്. കാപ്പി 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 കൊണ്ടാവാം നമുക്ക്. എടിയാതെ അവിടെ നോക്കാൻ. എന്തോ വെച്ചേ? പാപ്പി നിന്റെ കല്യാണം ഞാൻ ഉറപ്പിച്ചു തരാം പാപ്പി. പേടിക്കണ്ട പാപ്പി, കേട്ടോ? നിങ്ങൾക്ക് എന്തുവാടി, ഞാനൊന്ന് ഫോൺ ചെയ്യാൻ പറ്റത്തില്ലേ പെണ്ണുങ്ങളെ? ഞാൻ അവിടുത്തെ കാപ്പി എന്ന് പറയും. കാപ്പി എന്നാ പറഞ്ഞ. പിന്നെ രാവിലെ ഈശ്വര പ്രാർത്ഥന തുടങ്ങുന്നില്ലയോ? താമസിച്ചത് അവളല്ലേ? രാവിലെ പ്രാർത്ഥന തുടങ്ങി അങ്ങോട്ട് പണി തുടങ്ങാം, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ വന്ന് നമ്മളെ തല തീരിച്ചു തുടങ്ങാം. സമയം പോയി, താമസിച്ച് വന്നിട്ട് പിന്നെ കിടന്നങ്ങ് 150 പണി നമുക്ക് 3 കൂടെ തികയ്ക്കണം. കേട്ടോ എന്തെടുക്കുക? 3, 4. ദൈവമേ കൈതോഴ കേക്കുമാറാകെ മേറ്റുവരാതെ നീ കാത്തു സൂക്ഷിക്കണം. കാടുകൾ വെട്ടുമ്പോ പാമ്പും പരുതാതെ കൂടെ വന്ന് കടിക്കാതെ നോക്കണം. ലോണുകൾ വീട്ടുവാൻ സമ്പാദ്യം കിട്ടണം. കേന്ദ്ര ഗവൺമെന്റ് ശമ്പളം കൂട്ടണം. കേന്ദ്ര ഗവൺമെന്റ് ശമ്പളം കൂട്ടണം. കേന്ദ്ര ഗവൺമെന്റ് ശമ്പളം കൂട്ടണം. അതാരും ഒറ്റയ്ക്ക് ഇന്ന് കൂട്ടുന്നേ? എനിക്ക് 1.5 മാസത്തെ പൈസ കിട്ടാനുണ്ടോ? അതല്ല, നീ പാട്ടിനകത്ത് എന്തിനാ ലാച്ചി കൂടി? ഇച്ചിരി പൈസ അധികത്തിൽ കിട്ടിയെന്ന് എനിക്ക് 2 പേർക്കും പുളിക്കും. നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. ദൈവമേ ഇനി അവളുമാര് വന്ന് തുടങ്ങാം. ദൈവമേ ഞാനിന്ന് കിടക്കത്തില്ല കേട്ടോ. കിടക്കണ്ട എന്റെ പൊന്നിരമേ, നീ കിടക്കല്ലേ? നേറ്റ് വന്ന് അറിയില്ല. ഞാൻ പറയാൻ മറന്നു പോയി. അല്ല, ലോണിന് പൈസ അടയ്ക്കാൻ ഗിരിജയുടെ വീട്ടിൽ പോയെന്ന് പറഞ്ഞില്ലേ? പോയി. എടീ ഗിരിജയുടെ കിടക്കച്ചേ, ഞാൻ നോക്കിക്കോളാം. പേറ്റ് വരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോണ്ടല്ലോ ഗിരിജയുടെ വീട്ടിൽ രോഗം നിൽക്കുന്നു. പതിവില്ലാതെ എനിക്ക് എന്തോ പന്തിയോട് തോന്നി, ഒരു ചെറിയ സംശയം. ഞാൻ അവനോട് ചോദിച്ചു, എന്താ ചോദിച്ചു? എന്തോടെ രോഗം ഇവിടെ നിൽക്കുന്നേന്ന്. അവൻ ഉടനെ പറയുവാ, ഗിരിജയ്ക്ക് കറണ്ട് അടിച്ച് കൃത്രിമ ശ്വാസം കൊടുക്കാൻ വേണ്ടി ഓടി വന്നിയാന്ന് അവനാ ജീവൻ രക്ഷിച്ചെന്ന്. അല്ല അതിനെന്താ ഒരു കൃത്രിമ ശ്വാസം കൊടുത്ത് ജീവൻ അവൻ രക്ഷിച്ചില്ലോ? അതിന് നിനക്കെന്തോ ഇത്ര ജീവനാ? വയറിങ് പോലും വലിക്കാതെ അവളുടെ വീട്ടിൽ നിന്നോ? കേട്ടോ
അവിടെ വയറിങ് ചെയ്തിട്ടില്ല. കൃത്രിമശ്വാസം കൊടുത്തെന്നാ. അല്ലടി ഇതുപോലൊരു അവസ്ഥ എനിക്ക് പണ്ടുണ്ടായിട്ടുണ്ട്. അതപ്പൊ കൃത്രിമ ശ്വാസമല്ല, ശ്വാസം വിട്ടത് എന്തോ കൃത്രിമമായിരുന്നു. ജാനച്ചയ്യേ, രാവിലെ എന്തുവായിരുന്നു? വീട്ടിൽ അട വെച്ചിരിക്കുന്നു. ആ കൊച്ചാൻ നിന്നും പണിക്ക് പോയില്ലേ? എടി ഗോതമ്പ് കൊണ്ട് അട പൊടിഞ്ഞ് വെച്ചേക്കുന്നത് വീട്ടില്. ഗോതമ്പ് അത് നിന്നിട്ടാ ഞാൻ വന്നത്. ഞാനും ഒരു സ്ലാവ് വാർത്ത നിന്നിട്ട് വരുവാ. സ്ലാവ് ആ ഗോതമ്പ് കൊണ്ട് ചെറിയ കലത്തിന് അതാകുമ്പോ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയല്ലോ. നനച്ചു കൊടുത്താൽ മതി, കിടന്നോളുമല്ലോ അത്. എന്റെ കെട്ടിയവൻ പഠിക്കൊന്നും പോകുന്നില്ലോടി. ഓ എടി നീ എന്തോ പറയുന്നേ? എടി എന്റെ കെട്ടിയോ നേരത്തെ ഇവിടെ ഇല്ലായിരുന്നു, പൂപ്പലല്ലായിരുന്നോ? ഇപ്പം തൂത്ത് കുറച്ച് വെച്ചേക്കുവാന്നോ? എന്തുവാ പൂപ്പലാന്ന് പറഞ്ഞു. പൂപ്പലല്ലെന്ന് കേരളത്തിൽ വെളിയിൽ ഒരു സ്ഥലമില്ലേ? പോപ്പാല്. അത് പറ. പൂപ്പലായിരുന്നു. ഇപ്പൊ വെറുതെ വീട്ടിൽ ഇരിക്കുവാ. യോ ഇപ്പൊ മത്തി വിൽക്കാം. ആഹാ, അപ്പൊ ഡെയിലി നല്ല വരുമാനം ഉണ്ടല്ലോ ഡി. കള്ളു കുടിക്കുന്നതിനു പിന്നെ മത്തി വിൽക്കാൻ പോവെന്ന് പറഞ്ഞു. മത്തി വിൽക്കാനല്ലേ ഇത്? മദ്യപിക്കാൻ പോവാന്നോ? കള്ളു കുടിക്കാൻ പോവാന്ന്. ആ കൊള്ളാം. കള്ളുകൂടി ഭയങ്കര വിഷയം ഉണ്ടാക്കുന്ന സംഭവം കള്ളുകൂടി എന്ന് പറയുന്നത്. നടക്കുന്നില്ലോടി? മേറ്റ് വരുന്ന നോക്കണ്ടേടി ഞാൻ. അമ്മേറ്റ് ഞാൻ പറയട്ടെ, ഉഷയുടെ ഭർത്താവ് ഇപ്പൊ ഇതുപോലെ കള്ളും കുടിച്ചിട്ട് വന്ന കവലയിൽ കുറെ പേര് എന്ന് പറയുവാ, ഉയരത്തിന്ന് ചാടുമ്പം പാരച്ചൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പൊക്കത്തിൽ നിറച്ച് ആടുമ്പോ ആ ഇതും കേട്ടോണ്ട് ഈ ചെറുക്കൻ വീട്ടിൽ വന്നിട്ട് നമ്മുടെ പാരച്ചൂട്ടിന്റെ കുപ്പിയല്ലോടി, അതും എടുത്ത് വെച്ചിട്ടുണ്ട്. മരത്തിന് മണ്ടക്ക് ഒരു ഒറ്റ ചാട്ടം. കുപ്പിയോ? ആ എന്തോ പറയാനാ, ഓപ്പറേഷനാ മറ്റന്നാളെ. കാല കമ്പിയുടെന്നല്ല, കൈ അങ്ങോട്ട് നൂറില്ല. കുപ്പി എടുക്കണ്ടായോ? സ്കൂളിൽ പോത്തോളും. ഞാൻ എന്താ പറയാനാ, എനിക്കറിയാൻ വയ്യ. ആ വെള്ളത്തിൽ പിന്നെ ഇങ്ങനെ കൊണ്ട് കുറെ കള്ളു കുടിക്കാൻ പോകുന്നു. എന്തെണ്ണം കള്ളു കുടിക്കത്തില്ല. പുകയായിരിക്കും. അല്ല നിന്റെ ജീവിതം കട്ട പുകയായിരിക്കും. അങ്ങനെ അത് എടി എന്റെ മൊബൈലും മൂക്കും എല്ലാം വെച്ചതിന്റെ കൊണ്ടുപോയി കളഞ്ഞോ? എന്റെ കണ്ണിൽ എന്തോ കുരു വന്നു. ഞാൻ പല പ്രാവശ്യം ചോദിക്കണം ഓർത്താ. അതല്ലടി എന്റെ കണ്ണി തണ്ടി പിടിക്കുന്നു. 5 മണി വരെ സമയമുണ്ടല്ലോ. മതി. എടി നിന്റെ നെറ്റിക്ക് എന്തോടി ഒരു മുറിവിന്റെ പാട്? ഓ കഴിഞ്ഞ ആഴ്ച വന്നില്ലല്ലോ, കൈ വന്നില്ലായിരുന്നല്ലോ. എന്റെ പൊന്നേ, ഞാൻ അവിടെ പുരടുത്ത് പണി ചെയ്തോട്ടെ. ഇടയ്ക്ക് ഒന്ന് കയറി വന്നേ. എടി നമ്മളെ ഇങ്ങനെ അങ്ങ് കിടന്നേ അങ്ങനെ കാലും കൈ ഒന്ന് ആടണ്ടേ? അത് വേണം. ഞാൻ ഇടയ്ക്ക് ഒന്ന് എണീച്ചൊന്ന് വെട്ടാൻ. ഞാൻ പറയണ്ടേ? നീ പറഞ്ഞതിന്റെ ബാക്കി പൊന്നെ ഇതുപോലെ അവിടെ നേരത്തെ കിടന്നില്ല. അവള് കിടന്നിട്ട് ഞാൻ കിടക്കുമായിരുന്നു. ഈ ഉഷ പറഞ്ഞു ഉഷ വന്നിട്ടുണ്ടല്ലോ, ഒരു ഒറ്റ വെട്ട് എന്റെ ഇവിടെ. ഞാൻ ചോദിച്ചു എന്തുവാടിയും ചോദിച്ചു. അവൻ പറയാ വാഴയ്ക്ക് തടവെടുത്തിയാണ്. എന്റെ ദൈവമേ, നീ അന്നേരം എണ്ണിച്ചത് കാര്യമായി. അല്ലെ അടുത്തോളത്തിൽ നല്ലൊരു ഏത്തക്കള നിന്റെ നെറ്റിന്ന് എന്റെ മക്കളെ എന്റെ അണ്ണനെ ഭാഗ്യ സത്യം പറഞ്ഞ. അണ്ണന്റെ അല്ല മക്കളെ. അതാന്ന് തോന്നുന്നു. ആക്കി പറച്ചിലായിരുന്നല്ലോ. അല്ല ഇല്ല മോനെ വെച്ചോളാം. നീ കഴിഞ്ഞ ദിവസം അങ്ങാണ്ട് നീ അങ്ങാണ്ട് പണിക്ക് ഇവളങ്ങാണ്ട് പണിക്ക് അങ്ങാണ്ട് പോയല്ലേ? നീ എവിടെ പോയായിരുന്നു പണിക്ക്? ഓ ജോർച്ചന്റെ ചെയ്യത്തു. ഓ അന്ന് രാധാമണി ഇല്ല, സമയം അവര് ആരും ഇല്ലായിരുന്നു. എന്റെ അടി അവിടെ ചെന്നപ്പോ എന്തോ മജീഷ്യനാ. ആ മുതുകാട്. അത് വെട്ടി വെട്ടി എന്റെ കൈക്ക് എല്ലാം വേദന. ഗോപാലൊക്കെ ഞാൻ വന്നില്ല. എന്തോ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ അവിടെ അങ്ങ് കുഴഞ്ഞില്ലയോ? ഇതേ കഴിഞ്ഞ ദിവസം ഞാൻ പണിക്ക് വരാതെ 5 മണിയായപ്പം പോയില്ലേ? ആ നിശ്ചയം ഇവിടെ പോയായിരുന്നു. ഞാനും കൊച്ചാണ്ണും കൂടെ പത്തനംതിട്ട പോയായിരുന്നു. എന്തോ തിരക്കായിരുന്നു. അത്ര ആൾക്കാരായിരുന്നു അവിടെ മൊത്തം. അതല്ലെന്ന്, കൊച്ചാട്ടൻ എന്നെ കാണാത്തോണ്ട് എന്തോ തിരക്കായിരുന്നു അറിയാം. നിങ്ങൾ എവിടെ പോയായിരുന്നു? ഞാൻ ക്യൂവിനകത്ത് നീക്കുമല്ലായിരുന്നു. പരിപാടി തുടങ്ങി. യൂറോജ് പോയിരുന്നു. അനാവശ്യം പറയരുത് രണ്ടും കൂടെ കേട്ടോ. എടി അതല്ല, മറ്റേ സപ്രേക്കോ എന്തോ. അയ്യോ സൂപ്പർ ക്ലൂ. സപ്ലൈക്കോ പോയിരുന്നു. അയ്യോ അവിടെ പോയായിരുന്നു. നിൽക്കുമായിരുന്നു. അത് പറ. എടി പിന്നെ പത്തനംതിട്ട പോയപ്പോഴേ, എടി രമേ ഇങ്ങോട്ട് വന്നേ, നീ ഇങ്ങോട്ട് വന്നേ. എന്തോ ചെയ്? നിന്റെ ആങ്ങളെ പോലെ ഒരു പയ്യനെ ഞാൻ കണ്ടു. അതുപോലെ ചുരുണ്ട മുടിയുള്ള ഒരു പയ്യനെ. അപ്പൊ എന്റെ ആങ്ങളെ തന്നെ. അല്ലടി, രമേ ആങ്ങളക്ക് ഇവിടെ ഒരു മറുകില്ലയോ? ഇവനും ഉണ്ട് അതുപോലെ ഒരു മറുക്. അപ്പൊ എന്റെ ആങ്ങളെ തന്നെ. ആങ്ങളെ ആടിയത് അല്ലെന്ന്, നിന്റെ ആങ്ങളക്ക് നല്ല വണ്ണമില്ലയോ? ഉണ്ട്. ഇവനും ഉണ്ട് നല്ല വണ്ണം. എന്റെ ആങ്ങളെ തന്നെ. നിന്റെ ആങ്ങളുടെ നാളെന്തുവാ? രോഹിണി. ഇവന്റെ അത്തവ. അവനല്ല. അതാ പറഞ്ഞ അവനല്ലെന്ന്. അതാ ഞാൻ പറഞ്ഞു. ആളിനകത്ത് അറിയാടി. ഞാനിത് കിടക്കുവാ. ഹലോ, എനിക്കൊരു ഫോൺ വരും. ഹലോ അച്ചായ, ഞാനാ കഴിഞ്ഞ ദിവസം വിളിച്ചതേ. പിന്നെ നിങ്ങളുടെ വീട്ടില് കല്യാണം കഴിക്കാൻ നിൽക്കുന്ന പിള്ളേർ വല്ലതും ഉണ്ടോ? ആണും പെണ്ണും? അയ്യോ എന്തോ ചെയ്താ പറഞ്ഞു. എന്തിനാ വഴി തെറ്റിക്കാനാണോ? നിങ്ങളോട് ഞാൻ മാറിയിട്ട് ഈ പരിപാടി നടത്തണം. നിങ്ങൾ നടത്തി എത്ര കല്യാണം മൊത്തം ചീറ്റിയില്ലയോ? നിങ്ങൾക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾ പേരെ പേരിട്ടാ പോലെ ഇവിടെ ആകുന്ന ജോലി ചെയ്താൽ പോലെ. നിങ്ങൾ എന്തിനാ നടക്കുവാ? എന്തിനാ നടക്കുവാ നിങ്ങൾ ഇങ്ങനെ? എന്തിനാ നടക്കുവന്നോ? രമേശ് വെള്ളം താടി. ഞാനേ ഒരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ച് ഒരു വീട്ടിൽ വിട്ട് കഴിഞ്ഞാൽ ഭർത്താവിനെ നോക്കണം, അവന്റെ അപ്പനെ നോക്കണം, അമ്മയെ നോക്കണം, പിള്ളേരെ എല്ലാം നോക്കണം. അങ്ങനെ നോക്കണമെന്നോ? നിങ്ങൾ അത്ര കെട്ടി എന്തുവാ കാണിക്കുന്നത്? നമ്മൾ രാവിലെ പണിക്ക് ഒരു കുടുംബം പോലെ നിൽക്കും. ഇങ്ങനെ വഴക്കുണ്ടാകാൻ പാടുണ്ടോ? ഈ കളം വെപ്പിക്കുന്ന പരിപാടി നിർത്തിയില്ലേ? അതല്ല തീ വന്നല്ലേ ഇപ്പൊ. നമ്മുടെ ആ പരിപാടി ഇല്ലായിരുന്നു. കഴിഞ്ഞ വർഷം പരിപാടിക്ക് പേര് എന്നിട്ട് പാട്ട് പടം വന്നായി നിശ്ചയി. അന്നല്ലേ അല്ലേ? അതിനിടയ്ക്ക് ഞാൻ ചെയ്യോട്ടെ കാര്യം
നമ്മുടെ നാണുവിന്റെ അവിടുത്തെ ആ സിന്ധുവിന്റെ എന്തെങ്കിലും ഒരു പെണ്ണ് വല്ലതും ഉണ്ട്. അത് ഞാൻ പറയാം, നീ അവിടെ വാ. കല്ലൊന്ന് പിടിച്ചടി. കല്ലിനടി ഇരിക്കുവാന്നോ അവൻ? ഈ കല്ലൊന്ന് പിടിക്കുക, കല്ല് പിടിച്ചു കഴിഞ്ഞിട്ട് പറയാം. അതവിടെ ഇന്നാ ടീച്ചർ പറയിച്ചേ. അത് പറഞ്ഞ പോലെ എനിക്ക് വേറൊരു കാര്യം കൊണ്ട് പറയാന്, ഞാൻ ഇനി ആർക്കും പെണ്ണ് കാണിച്ചു കൊടുക്കുന്നില്ല. കൊടുക്കുന്നിടത്തല്ല എനിക്ക് അബദ്ധം ഉണ്ടാകും. അന്നാ പരിപാടി കള്ളമാണ്. ഞാൻ അതാ പറഞ്ഞു, ഇപ്പോഴാകുമ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുക. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ റിഹേഴ്സൽ അങ്ങ് നടക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചേട്ടാ പാട്ട് വെച്ചാൽ കഴിഞ്ഞ ഉടനെ കൂട്ടാണോ? കഴിഞ്ഞ വർഷം ഞാൻ പേര് കൊടുത്തപ്പോ ഇവളാ പറഞ്ഞു കൊടുക്കണ്ടെന്ന് കിടന്നു. ഞാനാണ് ഈ പറഞ്ഞത്. ചേച്ചി ഈ പ്രാവശ്യം ശരിക്കും പാടാമോ? ശരിക്കും പാടാം. ശരിക്കും പാടാൻ മറ്റേ ഉത്തേരാ സ്വയം വരെ അത് പാടും. ഉത്തേരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. ഉത്തര പിന്നെ ഏത് പാട്ടാടിയാ? ഇത് കഴിഞ്ഞ വട്ടം പാടാൻ വേണ്ടി വെച്ച് പാട്ടാ. സമ്മാനം കിട്ടും. ഈ പ്രാവശ്യം വേറെ പാട്ട് വേറെ പാട്ട് വേണം. ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയസുധാമയ മോഹന ഗാനങ്ങൾ. എടി എടി, അത് വിഷപ്പില്ല, അത് എടുത്തപ്പോ തിന്നരുതെന്ന്. ചത്തുവോ? ഇതിലും ഭേദം വരല്ലേ. അവിടെ ഒരു പാട്ട് കൊണ്ട് വന്നേക്കാം. നമുക്ക് ആ ഡാൻസിന്റെ പ്രാക്ടീസ് ഇവിടെ നടക്കത്തില്ലായിരുന്നു. ചലിച്ച് കൂടുന്നോ? മറ്റേ നമ്മൾ ഇന്നാളെ ഡാൻസ് പഠിച്ചില്ലയോ? പ്രാക്ടീസ് ചെയ്തില്ലേ കഴിഞ്ഞ? മറ്റേ പാട്ട് നമ്മുടെ പിന്നെ കോഴിക്കോട് ഒരാൾ വന്ന് കാല് കുത്തിയില്ല. ഏതാടി? വാസ്കോഡഗാമ. ആ പാട്ട്. ആ പാട്ടെന്നാ ഇവിടെ മൊബൈലിലുണ്ടോ ആ പാട്ട്? എന്നാ എടുക്കണേ. എന്റെ മൊബൈലടിയാ പാട്ട്. സ്റ്റെപ്പ് തെറ്റിക്കരുത് കേട്ടോടി. അതെടുത്ത് മാറ്റി. നമ്മൾ ആദ്യം തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ കണ്ട് പിള്ളേർ ചെയ്യത്തില്ലയോ? വന്നാലും ചെയ്യണോ? ഇത് നശിപ്പിക്കേ. എന്താ പറ്റി? ഫോൺ സ്വിച്ച് ഓഫ് ആയിടി. കണ്ടോ ഞാൻ ഇതായി പുല്ലൊന്നും കളിക്കാൻ പോകാത്തെ. ഞാൻ വെള്ളം ഉണ്ട് വെച്ചേ. എനിക്ക് എന്റെ അവിടെ കണ്ടിരിപ്പുണ്ട് ഒരു ചുവട് എനിക്ക് വെക്കാൻ പറ്റത്തില്ല. ഒരു ചുവട്. നിന്റെ ഈ ഫോണിനകത്ത് എന്താ ചാർജ് നിൽക്കാത്തെ? എനിക്കറിയാം വയ്യ. എന്റെ ഞാൻ കേട്ടോണം. എന്റെ രാത്രി 3 മണിയായപ്പോ ഇവിടെ ഫോൺ ഞാൻ നോക്കിയപ്പോ പച്ച കത്തി കിടക്കുക. എന്തുവാ? എന്റെ ദൈവമേ, സത്യമായിട്ട് ഇതേ സമയത്ത് രമേശിന്റെ നോക്കിയപ്പോ അവിടെ പച്ച. അയ്യോ കുടുംബം തകരുമേ. പിന്നെ 4 മണിയായപ്പോ ഞാൻ നോക്കിയപ്പോ രമേശിന്റെ പച്ച അടഞ്ഞു, ഇവിടെ പച്ച അടഞ്ഞു. അയ്യോ കുടുംബം തകരും. കുടുംബം പറഞ്ഞുണ്ടാക്കല്ലേ നമ്മള് കാര്യം. ഞാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ നിന്റെ ഫോണിൽ പാട്ട് പെണ്ണുങ്ങളെ നിർത്ത്, നമുക്കൊരു കാര്യം ചെയ്യാം. എന്തെങ്കിലും ഒരു ബിസിനസ് കാര്യങ്ങൾ എന്തെങ്കിലും ചർച്ച. അത് ഞാൻ പറയാൻ വേണ്ടി ഇരിക്കുവാണ്. നമുക്ക് ലോൺ എടുത്ത് പശു വല്ലതും മേടിച്ചാലോ? ആ പശുവിനെ നോക്കാൻ ആര് കറക്കും? വേല കറക്കും. നിന്റെ വീടിന്റെ അവിടെ വന്ന് അവൻ കറങ്ങുന്ന പോലെ നിന്റെ പശുവിനെ കറക്കാൻ പോലെ. നിന്റെ വിചാരം എന്തോടി? പൂച്ച കണ്ണു കുടിച്ച് പാല് കുടിച്ച് അറിയത്തില്ലെന്നാണ് വിചാരം. നീ എന്താ അങ്ങനെ വർത്താനം പറഞ്ഞു? അത് പറഞ്ഞപ്പോഴാടി ഞങ്ങളുടെ വീട്ടിൽ ഒരു പൂച്ച ഉണ്ടായിരുന്നേ. കറുത്തൊരു ചട്ടിപ്പൂച്ച ചക്കിപ്പൂച്ച എന്നറിയോ? കണ്ണടച്ചിന്ന് പാല് കുടിച്ചു. ഞാൻ അവിടെ ചെന്ന പാത്രം അങ്ങ് മാറ്റി മൂക്കുന്ന ഒരൊറ്റ ചമ്മി ഒരൊറ്റ ഓട്ടം. നിന്റെ ചമ്മൽ മാറ്റാൻ വേണ്ടി കഥയും കൊണ്ട് ഇറങ്ങിയിരിക്കുള്ളൂ കേട്ടോ ഉടനെ. എനിക്ക് മനസ്സിലായി. ഇന്നലെ ഒരു ഓളെ കണ്ണുറങ്ങിയില്ലടി. നിങ്ങളെല്ലാം ഉറങ്ങാത്തെ? അതെന്തോ ഉറങ്ങാത്തേന്നോ? പാകണ്ടി ഞങ്ങളുടെ കൊച്ചാട്ടന് ഒറ്റ അനാവശ്യം പറയരുത്. കൊച്ചാട്ടൻ ഇവനോട് അവിടെ തലയ്ക്ക് ഇരിക്കുന്ന ആള് ചത്തോന്നു. ഞാൻ എന്താ വർത്തനം പറഞ്ഞത്? കൊച്ചാട്ടൻ ആശുപത്രി പോയി. ഡോക്ടർ പറഞ്ഞു, ശരീരം പരിശോധിച്ചവൻ പറഞ്ഞു രക്തത്തിൽ ഇരുമ്പിന്റെ അംശം കുറവുണ്ടെന്ന്. എന്തോ ചെയ്തു? പിന്നെ നേരെ കൊച്ചാട്ടൻ വന്ന് അല്പം കഴിച്ചിട്ടാ വീട്ടിൽ വന്നത്. കർക്കത്തി എടുത്ത് അങ്ങ് വിഴുങ്ങാൻ നോക്കി. ഇവിടെ 2 വടം കീറിയിട്ട് ഇപ്പം 3 കുത്തിക്കെട്ടായി. നല്ല വർത്താനം പറഞ്ഞിട്ട് പോരാൻ വയ്യ. ഞാൻ പറഞ്ഞോന്നോ, ഞാൻ വന്നപ്പോ തിണ്ണക്കിരിപ്പുണ്ട്, കസാരയിൽ ഇങ്ങനെ ഞൊളിഞ്ഞിരിപ്പുണ്ട്. നോക്കാൻ പോയില്ല. പിന്നെ ഞാൻ പറഞ്ഞ ആ കോടാലി എടുത്ത് വിഴുങ്ങിയേക്കരുന്നു. ആയിട്ട് എനിക്ക് പറയുന്നത് തീറാൻ. ആഹാരം എങ്ങനെ കഴിക്കുന്ന അന്നേരം? അത് ട്യൂബിൽ കൂടെ കൊടുക്കും ഞാൻ. യൂട്യൂബിൽ കൂടെ നമ്മളെ പറഞ്ഞത് ശരിയല്ലയോ? എന്ന് പറഞ്ഞാൽ നിങ്ങളെ ട്യൂബിൽ കൂടെ കൊടുത്തു. ട്യൂബിൽ കൂടെ ശരിയായി. പറഞ്ഞോളൂ. അവള് ആശ്രയ കാര്യം പറഞ്ഞപ്പോളാ ഇന്നലെ പണി കഴിഞ്ഞ് ഞാൻ പോയില്ലോടി. പോയോ? ആര് കണ്ടു? നീ പോയി വീട്ടിൽ ചെന്നൊരു 10 അത് കണ്ടോടി. അത് കുന്തളിപ്പ് രാത്രി അങ്ങക്ക് ഇതാ കിടുങ്ങുവാ. ഭൂമിയല്ലടി, ഞാൻ കിടന്നങ്ങ് കിടുങ്ങുവാ. അപ്പൊ അണ്ണൻ എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ തൊട്ട് നോക്കി. എന്ന് പറഞ്ഞ പൊന്നെ നല്ല ചൂടുണ്ടെന്ന്. അപ്പൊ ഏതൊരു ഓട്ടോ വിളിച്ചു പോയി. രാത്രി പിന്നെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി കിട്ടത്തില്ലല്ലോ. അപ്പൊ സുനിൽ എന്നെ ഓട്ടോ വിളിച്ചാൽ നോക്കിയടി. പക്ഷെ അയാൾ ഫോൺ എടുത്തില്ല. പിന്നെ പഞ്ചാക്ഷര അണ്ണന്റെ ഓട്ടോ വിളിച്ചിട്ട് ഞാൻ കിടന്നോട്ടെ. ഞാനിങ്ങനെ ഇരുന്ന് പറയേണ്ട വരത്തില്ലോടി. അപ്പൊ അവിടെ പഞ്ചാക്ഷര ഓട്ടോ വിളിച്ചിട്ട് അടൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോ ഡോക്ടർ ഇഞ്ചക്ഷൻ എഴുതി തന്നു. 2 ഇഞ്ചക്ഷൻ എടുത്ത് 2ന്റെ സൂചി ഒടിഞ്ഞു വെച്ചാൽ കുത്തിയപ്പോ എടി
എടി 150 പണിയുണ്ട് 75 ദിവസം നീ ഇവിടെ ഇരിക്കുമല്ലായിരുന്നു ആ. തഴമ്പ് കണക്കാണ് അതാ പറഞ്ഞു എഴുന്നേറ്റൊക്കെ ഒന്ന് നടക്കണം എല്ലാ ഇഞ്ചക്ഷനൊക്കെ കേറല്ലേ അത് മാത്രമല്ല 2 മണിക്ക് ഞങ്ങൾ ചെന്നപ്പോ 2 മണിയായി 2 മണിയായപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കട്ടിലേക്ക് കിടക്കുവാടി ഞങ്ങൾ ഓടിന്റെ അവിടെ മേളിലേക്കോട്ടെ ഒരു എന്തോ ഒരു സാധനം ഇങ്ങനെ വരും കിടക്കാൻ തോന്നുന്നു പറ അത് കിടക്ക് ഞാൻ ഇരുന്ന് പറയാടി അപ്പൊ അങ്ങനെ വരുവാടി അപ്പൊ എന്തുവാണ് അണ്ണൻ എന്തോ സംശയം അണ്ണൻ അവിടെ വട്ട ഓടിച്ച് നോക്കുമ്പോൾ രണ്ട് ഞാൻ നോക്കിയോ ഞാൻ മേളിൽ നിന്ന് 2 വെട്ടോടി എന്താണെന്ന് ആരാന്ന് ചോദിച്ചു എന്താ പറഞ്ഞു സംഭവം എന്തോന്ന് അറിയാമോ പറഞ്ഞ പോലെ ക്യാമറ ഫോട്ടോ എടുക്കാൻ ഡ്രോണ് അതായിരുന്നു തോന്നുന്നൊരു സാധനം അണ്ണൻ വിടുവോ അണ്ണൻ ചാടി പുറത്തിറങ്ങി ട്രോണാകുമ്പോ ഒന്ന് പറന്നു പോണ്ടേടി കൺട്രോൾ ആരോ കൺട്രോൾ ചെയ്യുന്ന അല്ലേ അവിടെ വരുവോ വരത്തില്ല ഈ സാധനം തറയെ കിടക്കുന്നു എന്റെ അണ്ണം വിടുവോ എന്റെ അണ്ണം ഉടനെ കല്ലെടുത്ത് എറിയാൻ നേരത്ത് റോഡിൽ കൂടെ പോയി ഈ സാധനം എന്റെ അണ്ണം വിടുവോ എന്റെ അണ്ണം പുറമെ പോവാ പുറം ഒരു മരത്തിനകത്ത് ചെന്നപ്പോ മരത്തിനകത്തൂടെ മേപ്പോട്ട് കയറുവാ എന്റെ എണ്ണം വിടുവോ എന്റെ എണ്ണം പുറമെ ചെന്ന് ഇത് എന്നിട്ട് പോട്ടിനകത്ത് ചെന്ന് അങ്ങ് വീണ് പുള്ളിക്കാരൻ ചെന്ന് കൈയിട്ട് അപ്പൊ 6 തയ്യല അവിടെ ഇങ്ങനെ അതെന്തുവായിരുന്നു മരപ്പട്ടി മരപ്പട്ടി വിടുകൂടി പട്ടികളെ പുറകെ പോകേണ്ട കാര്യമുണ്ടോ ഉണ്ടോ 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 കുറച്ച് ദിവസമെങ്കിലും നമുക്കൊന്ന് പണിയാൻ മതി അതാ നല്ലത് ഇരുന്നിരുന്ന് മനസ്സ് മടിച്ച പിന്നെ മനസ്സ് പഠിക്കും കാട് വെട്ട് പെണ്ണുങ്ങളെ വന്ന് എന്തോലും ചെയ്യുക എന്തെങ്കിലും പണി ചെയ്യാൻ നോക്ക് എന്റെ ഇടപാടാ ചുമ്മാ ഒന്നിരിക്കാൻ പോലും സമയത്ത് ഞാൻ ഇത്ര ചെയ്യണം എനിക്കെന്തുവാ എനിക്കാണോ കുഴപ്പം നിങ്ങൾ അവിടെ നോക്കി ചെയ്യണേ ഞാനിവിടെ വെട്ടി അങ്ങോട്ട് എന്റെ രൂപ അടിച്ചോ പാമ്പ് 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 അതിനകത്തോട്ട് കയറി പാമ്പ് ബോട്ടിൽ കയറി പോയി മറൈൻ ഡ്രൈവിലെക്കാണ്ട് പോവാ എന്തുവാ ബോട്ടിൽ കയറി പോയി ബോട്ടിനകത്ത് കയറി പോയെന്നാ ഞാൻ പറഞ്ഞു ബോട്ടിലോ ഓ ചോരയാന്നല്ലോ ചേര ചേര ഇത് കേക്ക മഞ്ഞ ചേര മലന്ന് കടിച്ചാ മലയാളപ്പുഴ മരുന്നില്ലെന്നാ മലയാളപ്പുഴയല്ല മലയാളത്തിൽ എനിക്ക് തോന്നുന്നതേ ചങ്ക് ഊരിവനാന്ന് തോന്നുന്നു ചങ്ക് ഊരിയവനോ എടി ചങ്ക് വരെ ചങ്കൂരിയനാണ് എന്താ ചെവിടി ഞാൻ നോക്കാം ആഹാ എടി ഇതിനെ കടിക്കുമോന്ന് എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല നമുക്ക് ഇതിന്റെ പുറകെ എടി നീ ഇങ്ങോട്ട് വന്നേ അവള് പാമ്പിനെ നോക്കണം നമുക്ക് എന്തോ ജാനിച്ചേ നോക്കുന്നുണ്ടോ ഇല്ല നടന്നതാണ് എനിക്ക് എന്നാ ഇത് കഴിഞ്ഞ 2-3 ദിവസമായി ഇത് നടന്ന സംഭവം അവനപ്പൊ എത്ര വയസ്സുണ്ട് 22 വയസ്സ് എന്തോ എന്റെ പൊന്നെ ഞാനാ പറഞ്ഞ ആരോടും പറയാം എന്റെ എല്ലാം കൂടെ പിന്നെ എന്റെ തലയിരിക്കും ഞാനില്ല എന്റെ ഞാൻ ചോദിച്ചു പറഞ്ഞു എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മൊത്തം പരക്കും എനിക്ക് കേട്ടിട്ട് തന്നെ ഏതാണ്ട് പോലെ വരുവാ അയ്യോ ആ ചെറുക്കനോ രണ്ടിനെ പൊക്കിന്ന് അല്ല ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിയാ ഇച്ചയുടെ ചെറുക്കന്റെ വണ്ടിയുടെ പുറകെ ഞാൻ പറഞ്ഞു നിർത്തി അവനോട് ഞാൻ പറഞ്ഞു ഈ മാതിരി കൂട്ടുകെട്ട് കൂടെ നടക്കരുതെന്ന് ഞാൻ പറഞ്ഞു അതോടെ രമണി അയ്യോ ഒരു പോക്ക് കണ്ടോ ഭയങ്കര അവള് ഈ ഞായറാഴ്ച ജാകത്തില്ല അവൾ അറിഞ്ഞ കാണത്തില്ല പിന്നെ പെറ്റതുള്ള ഇല്ലേ അവൾ അറിയത്തില്ലേ പിന്നെ ഓ ആണോ അല്ല അത് വലിയ കുറ്റമാണ് സത്യം പറഞ്ഞു സ്റ്റേഷനിൽ പോവാടി എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടോടി മോട്ടോർ ബൈക്ക് വാങ്ങാൻ എന്തുവാ അത് അനുസരിച്ച് ഹെൽമെറ്റ് വെക്കാതെ പോകുന്നത് ഭയങ്കര പ്രശ്നമാ 500 രൂപ പിഴ ഈടാക്കി ചെറിയ പ്രശ്നം നമ്മളിങ്ങനെ ഊതി വേറെ എന്താ പറയാ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയാൻ ഞാൻ ചങ്ങ് പേരിപ്പിച്ചെന്നേ ഉള്ളൂ ഒന്ന് പറഞ്ഞ സമയം പോകണ്ടായോ എടി സുധേ രമേ നാളെ ഞാൻ വരത്തില്ല കേട്ടോ എന്താ ചേച്ചേ എന്തുവാ നാളെ എന്റെ മോക്കൊരു കല്യാണാലോചന മാട്രിമോണി പോവാ പരസ്യം കൊടുക്കാൻ അയ്യോ നിങ്ങളല്ലേ നാട്ടിലുള്ള കല്യാണം എല്ലാം നിങ്ങളല്ലേ നടത്തുന്നേ പിന്നെ നിങ്ങൾക്കൊരാവശ്യം നിങ്ങളെന്തിനാ മോടെ കല്യാണം പരസ്യം കൊടുക്കാൻ എന്റെ മോടെ കല്യാണം ഞാൻ ആലോചിക്കത്തില്ല എന്റെ മോളെ ഭാവി വെച്ച് ഞാൻ കളിക്കത്തില്ല നല്ല രസമുള്ള സ്കിറ്റ് ആയിരുന്നു ഒരു നല്ല കൈഡി ശാന്തൻ ചേട്ടാ രാജേഷ് സുജിത്ത് ഹരി നല്ല ഉഗ്രൻ സ്കിറ്റായിരുന്നു നിങ്ങളുടെ ഒരു ഗംഭീര കംബാക്ക് എന്ന് പറയാം അടിപൊളിയായിരുന്നു സൂപ്പർ ആയിരുന്നു കാര്യം നിങ്ങൾക്ക് പറ്റിയുന്ന തമാശകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ തമാശകളാണ് അതിൻ്റെ ഒരു കൂമ്പാരം ഉണ്ടായിരുന്നു വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് നോൺ സ്റ്റോപ്പ് കോമഡി ആയിരുന്നു നിങ്ങളുടെ കോസ്റ്റ്യൂംസും മേക്കപ്പും എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു കേട്ടോ നമ്മൾ അവിടെ ചെന്നിരുന്ന് അതെ ഇവരുടെ ഈ ജോലിക്കിടയിൽ നിന്ന് നമ്മൾ കാണുന്ന ഒരു സ്കിറ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യും അതിനർത്ഥം എല്ലാവരും ഇങ്ങനെ വെറുതെ സമയം കളയുന്നു എന്നൊന്നും അല്ല കേട്ടോ ഞങ്ങളിത് ചെയ്തത് ഈ സ്ത്രീകളെ അവർ പണി ചെയ്യുന്നവർ എൻ്റെ വീട്ടിലുണ്ട് ചേച്ചിയൊക്കെ ഉണ്ട് ഒരിക്കലും അവരെ തേജോധം ചെയ്യാനൊന്നും അല്ല കോമഡിക്ക് വേണ്ടി ചെയ്തതാണ് നമ്മൾ പല സിറ്റുവേഷനും നമ്മൾ എടുക്കും ചിലപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എടുത്ത് നമ്മൾ ഡോക്ടേഴ്സിന്റെ തമാശകൾ നമ്മൾ
നമ്മൾ ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പോലീസ് സ്റ്റേഷൻ എടുത്ത് പോലീസുകാരുടെ തമാശകൾ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ പല നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്ന പല ആളുകളുമാണ് നമ്മുടെ മിമിക്രിയിൽ നമ്മുടെ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്. ഇതെല്ലാം അവരെല്ലാവരും എൻജോയ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇതും അവർ എൻജോയ് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവർക്കറിയാം നമ്മൾ തമാശന് വേണ്ടി പറയുന്നതാണെന്നുള്ള കാര്യത്തിൽ. കുറേ തമാശകളുണ്ടായിരുന്നു. ഞാൻ കുറേ എണ്ണം ഓർത്തിങ്ങനെ വെച്ച് ഇത് എടുത്തെടുത്ത് പറയണമെന്ന്. പിന്നെയും തമാശകൾ ഇങ്ങനെ കയറി വന്ന് പലതും മറന്നുപോയി എന്നുള്ളതാണ്. ചെറിയ ചെറിയ മൈന്യൂട്ട് കോമഡികളാണ്, പക്ഷെ അത് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുമ്പം ഗംഭീരമാണ്. ഇപ്പം രാശി ചോദിക്കുന്നുണ്ട്, ഞാൻ ഇന്നലെ വീട്ടിൽ പോയല്ലോ, അപ്പം ഹരി പറയുന്നുണ്ട്, ആർക്കറിയാൻ പോയല്ലോ. അങ്ങനെ തുടങ്ങി സുജിത്തിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല 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 ചിരികളുണ്ടായിരുന്നു. അപ്പം നെക്സ്റ്റ് ടൈം ഇതേപോലെയുള്ള ഗംഭീര പൊട്ടിച്ചിരികളായിട്ട് ഇനി വരണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജി ചേട്ടാ. ബിജുക്കുട്ടൻ ചേട്ടാ കിടുക്കനായിരുന്നു, കിടുക്കൻ. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മൾ ഈ സ്കിറ്റ് ഇങ്ങനെ പണിയെടുക്കുന്ന തൊഴിലുറപ്പ് നമ്മൾ ഒരുപാട് യൂട്യൂബിലും കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഞാനൊക്കെ ഫ്ലോറിലും കണ്ടിട്ടുണ്ട്. പക്ഷേ അവരൊന്നും കാണിക്കാത്ത, അല്ലെങ്കിൽ അവർ പറഞ്ഞ് കേൾക്കാത്ത കൗണ്ടറുകളായിരുന്നു. ഒരു കൗണ്ടറും നമ്മളിതിന് മുന്നേ കേട്ടിട്ടില്ല അല്ലേ ഷാജോനെ? അതെ, തീർച്ചയായും എല്ലാ കൗണ്ടറും. കാരണം എനിക്ക് തോന്നുന്നു എന്താണ് ഈ പ്രയർ സോങ് വരെ അത് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു അതിന് മുന്നേ തന്നെ തുടങ്ങി, ടേക്ക് ഓഫ് അതിന് മുന്നേ തന്നെ തുടങ്ങി. പേൻ നോക്കുന്നിടത്ത് തന്നെ ഡീസൻ്റ് ആയിരുന്നു. കാരണം ഇവരൊക്കെ പണി സമയത്ത് പേൻ നോക്കുന്നില്ല. പേൻ നോക്കണത് എല്ലാവർക്കും ഒന്നും അറിയാൻ പാടില്ല. ചിലപ്പോൾ പഴയ ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും. അത് പുള്ളിക്കാരൻ ഇങ്ങനെ ടൈമിങ് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഈ ഹരി മുൻകൂത്തി കാണുമ്പോൾ നീ എന്തെടുക്കാൻ പോയാടി, എന്ത് നോക്കി പോയാണ്. അതൊക്കെ ഭയങ്കര രസമുണ്ട്. പിന്നെ നമ്മുടെ പ്രയർ സോങ്ങിന്റെ ലാസ്റ്റ് കൂട്ടിത്തരയണമേ ആരാടി നമ്മറിയണ്ട്. ഇതൊന്നും വേറെ ഒരു ടീമും ഈ കോൺസെപ്റ്റ് എടുത്തിട്ട് ഇതുപോലത്തെ തമാശകൾ ഉണ്ടായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചില ബാങ്കുകളിൽ പോകുമ്പോൾ കുറച്ച് സർവീസ് ചാർജ് വാങ്ങിക്കൂലേ, അത് മുതലാക്കാൻ വേണ്ടി 25 രൂപ മുതലാക്കാൻ വേണ്ടി 65 രൂപ ഓട്ടോറിക്ഷ കാശ് കൊടുത്തു. അതുപോലെ തന്നെ ഏതാണ് നമ്മുടെ അതെ, ഇതൊന്നും വേറെ, ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. കാരണം അങ്ങനെ ചെയ്യുന്നവരുണ്ടെന്നുള്ളതാണ്. ഉണ്ട് ഭയങ്കര രസം. കാരണം എനിക്ക് തോന്നുന്നു ഇവിടെ ഇരുന്ന ചേച്ചികൾ, രണ്ടാമത്തെ റോയിലിരിക്കുന്ന ചേച്ചിമാരൊക്കെ കുലുങ്ങിച്ചിരിക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ചേച്ചിയൊക്കെ പറഞ്ഞപ്പോ അത് കറക്റ്റാണെന്നൊക്കെ. അല്ല, ഈ ഞാൻ തമാശ ചോദിക്കണ, ഇതിനിപ്പോ ഈ ജോലിക്ക് പോകുന്നവരുണ്ടോ, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അനുഭവം ഉണ്ടോ, ഇതുപോലുള്ള കൂട്ടുകാരികളുണ്ടോ? എന്താ പറയുക, ചില കാര്യങ്ങൾ പറയുമ്പോഴേ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് ഏതൊരു തമാശക്ക് വേണ്ടി ചെയ്താണ്. നമ്മുടെയൊക്കെ എല്ലായിടത്തും ഉള്ള ആളുകളെല്ലാം തൊഴിൽ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റില്ല, മക്കളെ പൊളിച്ചടുക്കി കിളിക്കട്ടൻ. താങ്ക് യു ചേട്ടാ. പ്രചോദേട്ടാ, എന്തായാലും ഒന്നും ബാക്കി വെച്ചിട്ടില്ല പറഞ്ഞോ. ഒരു രക്ഷയില്ലാത്തൊരു സ്കിറ്റാണ്, ഒരു രക്ഷയില്ല. കാരണം നിങ്ങൾ 3 പേരും നിൽക്കുമ്പോൾ, ഹരിയായാലും അതെ, സുജിത്തായാലും രാജേഷ് ആണെങ്കിലും അതെ, നിങ്ങളിൽ നിന്ന് കണ്ട ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് എന്ന് പറയാം. അതായത് ഹരി, നിങ്ങളൊരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ഇന്നത്തെ ദിവസം. ഹരി എന്ന് പറയുന്ന ഒരാളല്ലായിരുന്നു. കാര്യം അങ്ങോട്ട് പോകുന്ന ഇങ്ങോട്ട് മൂവ്മെന്റ് നിങ്ങൾ കൈയെടുത്ത് ഇങ്ങനെ ഇടയ്ക്കൊന്ന് കയറുകയാണ്. കാര്യം ഇനി നീ ബാക്കി പറഞ്ഞ സമയം കിട്ടുമ്പോൾ. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും അധികം കാണുകയും കണ്ട സന്തോഷം പങ്കുവെക്കുകയും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ചേച്ചിമാരാണ്. കാര്യം അവരിൽ ഈഗോ ഇല്ല, പരസ്പരം കളിയാക്കിയാൽ അവർക്ക് പ്രശ്നങ്ങളില്ല, അവരതിനെ ആസ്വദിക്കുന്നുണ്ട്. നിങ്ങൾ നന്നായിട്ട് പണിയെടുത്ത് തുടങ്ങി അല്ലേ? നന്നായിട്ട് പണിയെടുത്ത്. അല്ല, ആ പ്രയർ സോങ്ങിന് മുമ്പേ 3, 4 3 പേരും തകർത്ത് കളഞ്ഞു കേട്ടോ, പൊളിച്ചെടുക്കും. ഇത്രയും നല്ല കമന്റ്സ് കിട്ടിയ പണിയെടുക്കാത്ത ഇവര് 3 രൂപ ഒഴിച്ച് നല്ല പിന്നെ വൃത്തിയായിട്ട് പണിയെടുക്കുന്ന എല്ലാ തൊഴിലുറപ്പിന് പോകുന്ന എല്ലാ ചേച്ചിമാർക്കും വേണ്ടി നമുക്ക് ഈ സ്കിറ്റ് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തേക്കാം. ഓക്കെ, മാർക്സ് ഞാൻ ഒരു 15 മാർക്ക്. 15,000 രൂപ ബിജുക്കുട്ടൻ ചേട്ടനാണോ അടുത്ത്? ഞാൻ ഒരു 12,000. 27,000 രൂപ ഷാജൻ ചേട്ടാ. ഓക്കെ, ഞാൻ ബാക്കി എന്റെ മാർക്ക് അവിടെ വരുന്നുണ്ട്. ടോട്ടൽ എമൗണ്ട് അല്ല, വേറെ കാര്യമുണ്ട്, 3 പേര് എന്നൊരു നോട്ടം നോക്കി. ഒരു ഇടവേളയ്ക്ക് ശേഷം പത്തനംതിട്ട ടീമിന്റെ ഒരു സിൽവർ ബക്സ്. നല്ല കാര്യം. സത്യത്തിൽ ഇത് പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്ന ഒരു തിരിച്ചുവരവാണെന്ന് വേണമെങ്കിൽ പറയാം. സുഹൃത്ത, എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട് തൊഴിലുറപ്പിന്റെ സ്കിറ്റ് ചെയ്തത്. പിന്നെ അത് വീണ്ടും പറയുക, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാരൊക്കെ നല്ല രീതിയിൽ അവർ ജോലി ചെയ്യുന്നുണ്ട്, നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്ന. ഒരിക്കലും ഞങ്ങൾ അവരെ
കളിയാക്കാനും ഒന്നും ചെയ്താലും കോമഡിക്ക് വേണ്ടി ചെയ്ത താങ്ക്സ് പറയാം. ഹരി എന്താ ഹരി പറയാനുള്ളത്? പറയാനുള്ളത് കഴിഞ്ഞ 2-3 സ്കിറ്റ് താന്നു പോയായിരുന്നു. ഓക്കെ. അപ്പൊ ഇന്ന് കയറിയപ്പം ഭയങ്കര സന്തോഷം. അപ്പോൾ ഞങ്ങൾ നല്ലപോലെ വർക്ക് ചെയ്തു. നല്ലപോലെ വർക്ക് ചെയ്തു. രാജേഷേ പറയൂ. പറ. സ്കിറ്റ് 2-3 താന്നു പോയപ്പോൾ തന്നെ വീട്ടിൽ തന്നെ അമ്മ തന്നെ ഇങ്ങനെ കരഞ്ഞോണ്ട് തന്നെ പറഞ്ഞു ഇത് എങ്ങോട്ടാ നീ പോകുന്നതെന്നൊക്കെ ചോദിച്ചോണ്ട്. എന്താണെന്നറിയാം രാജേഷ്, എനിക്ക് ഇത് നമ്മുടെ ഓരോ സ്റ്റേജാണിത്, മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾ ആദ്യം വന്നു, നിങ്ങൾ കുറേ സ്ട്രഗിൾ ചെയ്തിട്ട് നിങ്ങളൊരു ഗംഭീര ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ വരുന്നു, നിങ്ങളുടെ പെർഫോമൻസ് അടിപൊളിയാകുന്നു. അപ്പം നിങ്ങൾക്ക് കുറേ പ്രോഗ്രാംസുകൾ വരുന്നു, സ്വീകരണങ്ങൾ വരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ എങ്ങനെ നിങ്ങളിത് മാനേജ് ചെയ്യുന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, ഏതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ നിങ്ങളിപ്പം അതിന് പരുവപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിങ്ങളിപ്പം ഗംഭീരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു റിസൾട്ടാണ് വന്നിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ വരും. രാഷ പറഞ്ഞോളൂ. പിന്നെ ഒരു സന്തോഷ കാര്യം പറയാനുള്ളത്, ഈ വസ്തുവിൻ്റെ ഇത് പ്രജയദത്തൻ്റെ ഗൗറവപ്പില് ഒരു റിജു ഫാദർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നാട്ടിൽ ചെന്ന ഉടനെ എഴുതാം, എൻ്റെ പേരിലേക്ക് എഴുതാന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെ വിളിച്ച് പറഞ്ഞപ്പം അച്ഛൻ്റെ ഒരു ചോദ്യം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അച്ഛനെ വിളിച്ച് അച്ഛൻ ഇങ്ങനെ രാജേഷിൻ്റെ ഒരു വീടിൻ്റെ കാര്യമാണ്. അപ്പം അച്ഛൻ പറഞ്ഞു, പ്രചോദനം ഞാൻ രാജേഷിന് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത്, എന്ത് വേണം ഞാൻ ചെയ്തു കൊടുക്കാം. രാജേഷൊക്കെ നമ്മളെ ചിരിപ്പിക്കുന്ന ആൾക്കാരാണ്, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്തു കൊടുക്കാം എന്ന് പറയുന്നൊരു സന്തോഷമാണ്. അതിനെ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. എല്ലാം നടക്കട്ടെ. അന്ന് നമ്മൾ പിന്നെ രാജേഷിന്റെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞില്ലായിരുന്നോ, ഈ ഫ്ലോർ എല്ലാം തരുമെന്ന് പറഞ്ഞില്ല? അങ്ങനെ ഓരോന്നായിട്ട് ഈ ഫ്ലോർ തന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുക. ഇടയ്ക്ക് ചിലപ്പം സ്കിറ്റൊക്കെ തന്നു, പക്ഷെ പ്രേക്ഷകർ വീട് പോവോ? നമ്മളെ സംബന്ധിച്ചൊരു ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 3 പേർക്കാണ് നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ വന്ന 3 പേർക്കാണ് വീടെന്നൊരു വലിയ സ്വപ്നം സഫലമാകാൻ പോകും. നമ്മുടെ കൊച്ചു പ്രദീപിന്, അതേപോലെ തന്നെ നമ്മുടെ സൈന്ധവിന് അല്ലേ. അതിനെല്ലാം കാരണം ഇവരെ ഇത്രയധികം ആളുകൾ ശ്രദ്ധിക്കാൻ കാരണമെല്ലാം പ്രേക്ഷകർ തന്നെയാണ്. അവർ തന്ന കയ്യടി, അവർ തരുന്ന ചിരികൾ, അവർ തരുന്ന പ്രോത്സാഹനമാണ് നമ്മുടെ ഈ ഫ്ലോറിൻ്റെ വിജയം, നമ്മുടെ ഈ ഫ്ലോറിൽ വന്നിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ വിജയം. അപ്പം ഞങ്ങൾ എന്നും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളോട് ഞങ്ങൾ എന്നും കടപ്പെട്ടിരിക്കും. എന്നും നിങ്ങളുടെ സ്നേഹവും പ്രോത്സാഹനവും ഇതുപോലെ ഞങ്ങളോട് താങ്ക് യു. പിന്നെ പ്രചോദേട്ടാ, അച്ഛന്റെ പേരെന്തുവാ? രഞ്ജു പി കോശി എന്നാണ് അച്ഛൻ്റെ. രഞ്ജു അച്ഛന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. ഇത് ഐറ്റം വേറെ. ഓക്കെ, അപ്പൊ അടുത്ത സ്കിറ്റിൽ നമ്മൾ കലക്കും. പ്രേക്ഷകർ വീട് പോ. ബൈ. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെയുടെ ഒരു ഐറ്റം ടീമാണ് വരാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇവരിങ്ങനെ പഞ്ചടിച്ച് തന്നെ ഇവർക്ക് ഇപ്പൊ ഒരു പേര് തന്നെ വീണിട്ടുണ്ട്. സിൽവർ സെൽവൻ പഞ്ച്. സീനിയർ ടീം എസ് ആണ് വരുന്നത്. ലെറ്റ്സ് വെൽക്കം സെൽവൻ, ശ്യാം ആൻഡ് ശംഭു. ഇത് ഐറ്റം വേറെ. ഇത് പൂവള്ളി ഇന്ദുച്ചൂടന്റെയും MK മേനോന്റെയും തറവാട്. അപ്പം നിങ്ങൾ ചോദിക്കും ഞാൻ ആരെന്ന്. ഞാൻ ശാരസ്യാർ, മുണ്ടൂർ പാർവതി ശാരസ്യാർ. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പേര് പറഞ്ഞ് ഞാൻ ഒരുപാട് നാറ്റിച്ച്. ഇപ്പം ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ പിള്ളേരുടെ തന്തയാണെന്നുള്ള അവകാശം ഏറ്റുവാങ്ങാനും മറ്റുള്ള കാര്യങ്ങൾക്കുമാണ്. അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ സോഷ്യൽ മീഡിയക്കാർ എല്ലാവരും ചോദിക്കുന്നു, MK മേനോൻ അല്ലേ നിങ്ങളുടെ പിള്ളേരുടെ അച്ഛൻ, MK മേനോൻ അല്ലേ നിങ്ങളുടെ മാപ്പിള? ഇതെല്ലാം തെളിയിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. മിസ്റ്റർ MK മേനോൻ. ആരാ അവിടെ? മിസ്റ്റർ MK മേനോൻ. ആരാ നിങ്ങൾ? ഞാൻ പാർവതി ശാരസ്യാർ. നിങ്ങൾ മുണ്ടൂർ പോയിട്ടുണ്ടോ? പല പ്രാവശ്യം ഊരി പോയിട്ടുണ്ട്. അഡ്ജസ്റ്റ് ചെയ്തത്, അതിനുശേഷം ഞാൻ പേരിട്ടു. അതുകൊണ്ട് ഇപ്പൊ മുണ്ടൂരാറില്ല. ഞാൻ അതല്ല പറഞ്ഞത്, ഞാൻ പാർവതി ശാരസ്യരെന്ന്. എന്റെ കുട്ടികളുടെ അവകാശം ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എന്റെ മൂത്ത മകനെ നിങ്ങൾ നോക്കണം. നിങ്ങളെ തനി വാർത്തു വെച്ചിരിക്കുക. വാർപ്പൊക്കെ കറക്റ്റ് ആണ് കേട്ടോ, പക്ഷേ മേശയുടെ സ്ഥാനം എന്റെ തലയെ കൊണ്ട് വെക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിയമത്തിന്റെ വഴിയിലൂടെ അങ്ങ് പോകും. നിയമത്തിന്റെ വഴിയിലോ? ഓ, നിയമം അറിയാവുന്ന ഒരാളെ കൊണ്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. പഴയ കാലമല്ല, ഇത് പുതിയ കാലമാണ്. എല്ലാം മനസ്സിലാക്കുന്ന ഒരു നിയമ ഉദ്യോഗസ്ഥനെ കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് മനസ്സിലായി, ഇതിന്റെ പിറകിൽ ആരോ ഉണ്ടെന്ന്. ആരാണ് അയാൾ? ഹലോ, സാറേ, നമ്മുടെ ഈ അല്ലല്ല ആ കേസ് എങ്ങനെ ശരിയാവും സാറേ? നമ്മുടെ ആകാശദൂതിലെ ഇളയ ചെറുക്കൻ കാലുവേത്ത ചെറുക്കന്റെ തീർച്ചയായിട്ടെടുത്തായിരുന്നാ ഇത്? ഈ ലോജിക്കില്ലാത്ത കേസല്ല. ആര് സാറേ ഇത് എന്നെ ഏൽപ്പിക്കാൻ വരുന്നത്? ഓ ഞാൻ വിളിക്കാം, രണ്ടത്തെ കൂട്ടി മുട്ടിക്കാന്നാ. ഓ ശരി.
ആ നമസ്കാരം. ആരാ മനസ്സിലായില്ല? അല്ല, ഞാൻ മുറിഞ്ഞ പാലം വേണു. മുറിഞ്ഞ പാലത്ത് കൂടെ നടക്കരുത്, കാല് തെറ്റി വീഴും. അയ്യോ അതല്ല, ഞാൻ മുറിഞ്ഞ പാലം വേണു. SI, റിട്ടയർഡ് SI ആണ്. നിങ്ങൾ എന്തിനിവിടെ വന്നു? അല്ല, എന്നെ ഇവിടുന്ന് ആരാ വിളിച്ചായിരുന്നു? ആട്ടിത്യവും എല്ലാമുള്ള പല്ലാരിമംഗലം തറവാട്ടിലെ ഏക സന്തതിയാണ് ഞാൻ. അല്ല, ഈ കയ്യൊട്ടിക്കളി കഴിഞ്ഞെങ്കിൽ കറക്റ്റ് ആയിട്ട് പറയാവോ? എന്നാ വിളിപ്പിച്ചതെന്ന് പറയാവോ? 7 പൊന്നാനകളും വലിയാനകളും ഉള്ള തറവാട്ടിലെ ഞാൻ തന്നെയാണ് നിങ്ങളെ വലിപ്പിച്ചേ. അല്ല, വിളിപ്പിച്ചേ. അതെ, മുണ്ടൂർ പാർവതി ശാരസിയാർ. ചൂടല്ലേ, ആരെങ്കിലും ഊരി ചാരി വെച്ചിട്ട് പോയതായിരിക്കും. എന്തോന്ന്? മുണ്ട് ഊരി ചാരി വെച്ചിട്ട് പോയത്. മുണ്ടൂർ പാർവതി ശാരസിയർ എന്റെ കുട്ടികളുടെ പിതൃപക്യം വാങ്ങിച്ചു തരണം. ഒരു പാവ സ്ത്രീയുടെ പിതൃപ്പിപ്പി എടുത്ത് വെച്ചേക്കുന്നു. അവരെ പിതൃപ്പിപ്പി എടുത്ത് അവരെ കൊച്ചുകളെ നിങ്ങൾക്ക് വയസ്സായില്ല മനുഷ്യ. നിങ്ങൾ ഈ സ്റ്റിക്കും കൊണ്ട് നടക്കുന്ന നിങ്ങൾക്ക് പിതൃപ്പിപ്പി എന്തിനാണ്? എനിക്കറിയില്ല. നിങ്ങൾക്ക് രാത്രി നേരത്ത് ചൂടാനാണ് കൊടുക്ക് കൊച്ചുങ്ങളെ പിതൃപ്പിപ്പി. എനിക്കറിയില്ല. നിങ്ങൾ എന്തുവായി പറയുന്നത്? അല്ല, നിങ്ങളുടെ കൊച്ചിന്റെ പിതൃപ്പിപ്പി പുള്ളി എടുത്തെന്ന് പറഞ്ഞു. അതാണോ ഞാൻ പറഞ്ഞേ? എന്താണ് നമ്മൾ പെറൂലേ? നമ്മൾ നിങ്ങൾ എനിക്ക് അതല്ലെന്ന്. നമ്മളെ പ്രസവിക്കുമ്പോ നമ്മളെ ഇത് കുഞ്ഞിനെ ഏറ്റുവാങ്ങുന്ന ഒരാൾ ഒരു സ്ഥാനം ഏറ്റെടുക്കുമല്ലോ, അത് പിതൃത്വം. ആ പറഞ്ഞ സാധനം അങ്ങനെ വാങ്ങിച്ചിട്ടാ പിതൃത്വം. എനിക്ക് എവരെ അറിയില്ല, എവരെ മക്കളെ എനിക്ക് ആരെയും അറിയില്ല. ആരെയും അറിയത്തില്ല. എനിക്ക് നൊന്തിരിക്കണു, എനിക്ക് പോകണു, എനിക്ക് നൊന്തിരിക്കണു, എനിക്ക് പോകണു. അത് മേഡം വേറൊന്നും കൊണ്ടല്ല. സംഭവം എന്ന് പറഞ്ഞാൽ പഴയ ആചാരങ്ങളൊക്കെ ഉള്ള തറവാടല്ലേ. മാത്രമല്ല, ഈ കീടാണുമൊക്കെ ഉണ്ടെങ്കിൽ ചത്തുപോകും. എന്തോന്ന്? കുന്തിരിക്കിട്ട് പോക്കണം എന്ന് പറഞ്ഞു. എനിക്ക് നൊന്തിരിക്കണു, എനിക്ക് ഇവിടുന്ന് പോണോന്ന്. അങ്ങനെ അതാണ് അവകാശങ്ങൾ വാങ്ങിച്ചിട്ടാ. ഞാനൊരു കാര്യം പറയാം. എന്താണ്? എനിക്ക് ഇവരിൽ കുട്ടികളില്ല. ഡോക്ടർമാർ പലരും നോക്കി, എനിക്ക് കുട്ടികൾ ഉണ്ടാവത്തില്ല. സത്യമാണ്. ഇത് എന്റെ അടുത്തും ഈ സ്ത്രീയുടെ അടുത്തും പറഞ്ഞിരിക്കട്ടെ. ഇന്ത് ചൂട ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ കന്നമ്പുളക്കാടി വരും. കന്നമ്പുളക്കാടി തരുമെന്ന് പറഞ്ഞാൽ കന്നമ്പുളക്കാടി അടിക്കും. നിങ്ങൾ എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത് ആദ്യം? ഞാൻ പറയാം. ഇല്ലത്തൊരു ശീലണ്ടേ, ഒറ്റ ശീലേ ഉള്ളു. അപ്പൊ എല്ലാരും കൂടെ എങ്ങനെ ഈ മഴ വന്നാലൊക്കെ വലിയ പാടായിരിക്കും. ഇത് കഴുകിയിട്ട് ഉണങ്ങണ്ടേ? എന്തൊന്ന്? ഇല്ലത്ത് ഒറ്റ ശീലേ ഉള്ളെന്ന് പറഞ്ഞു. ഒറ്റ ശീലേ ഉള്ളൂ. അത്താഴ പഷ്ടിക്കാരുണ്ടോന്ന് ചോദിച്ചിട്ടേ നടവാതിൽ അങ്ങടെ അടയ്ക്കത്തുള്ളൂ. അയ്യോ, അങ്ങനെ ഒരു ദിവസം അത്താഴ പഷ്ടിക്കാരുണ്ടോന്ന് ചോദിക്കാൻ വേണ്ടി എന്ന് വാ തുറന്നതും അടുക്കളയിൽ വന്ന് നിൽക്കണു. വിശന്ന് പറഞ്ഞ് കയറി വന്ന എനിക്ക് ഒരു നേരത്തെ ആഹാരം തരാൻ ആ പെൺകുട്ടി കളിച്ച മനസ്സുണ്ടല്ലോ, അതിന് നന്ദി ഉണ്ടേ. നന്ദി. ആ നന്ദി കാണിച്ചോണ്ടാണ് വണ്ടിക്കൂലിയും ചെലവാക്കി അവർ ഇവിടം വരെ വന്നിരിക്കുന്നത്. കൊല്ലാത്ത നന്ദിയായി പോയി. ഇത് കാണിച്ച മോശമായി പോയി കേട്ടോ. എനിക്ക് ഇവരെ അറിയില്ല. അറിയാം. രണ്ടാമതും വന്നായിരുന്നു. എങ്ങനായിരുന്നു? എന്റെ അച്ഛനൊരു വൈദ്യനാണേ. വൈദ്യനോ? വൈദ്യനാണ്. ഇങ്ങർക്ക് വാദത്തിന്റെ അസുഖം ഉണ്ടായിരുന്നു. വീട്ടിൽ വന്നപ്പോ വാദത്തിന്റെ പേര് മാത്രം അച്ഛനും മനസ്സിലായില്ലേ, നമുക്കും മനസ്സിലായി. പേരറിയാൻ വേണ്ടിയാണ് വന്നത്. എന്നിട്ട് ഇവിടെ അങ്ങോട്ട് പോയപ്പോ എനിക്കൊരു കുഞ്ഞായി. വീണ്ടും ഈ പേരറിയാൻ വേണ്ടി ഏതോ ഒരു വൈദ്യന്റെ വീട്ടിൽ പുള്ളി ചെന്നു. അവിടെ ഒരു കുട്ടി ഉണ്ടായി. വാദത്തിന്റെ പേര് അറിഞ്ഞില്ല. അതെ, ഞാൻ വാദത്തിന്റെ പേര് കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇയാൾക്ക് പിള്ളവാദമാണ്. അന്നെ കണ്ട വൈദ്യശാലകളിൽ കൊച്ചുങ്ങളെ കൊടുക്കാൻ വേണ്ടി നടക്കുന്നു. പിള്ളവാദവും കൊണ്ട് നടക്കുന്നു. എന്തിനാ? എനിക്കറിയില്ല. അറിയില്ല എന്ന് പറഞ്ഞിങ്ങനെ കള്ളമാണ് അവര് പറയുന്നത്. പച്ചക്കള്ളമാണ്. ദേവപാലക, എന്റെ അച്ഛൻ പക്ഷെ ഈ സങ്കടത്തില് വീട്ടിൽ നിറക്കി പോയി. നിങ്ങൾ അച്ഛൻ ആരായിരുന്നു യഥാർത്ഥത്തില്? എന്റെ അച്ഛൻ വൈദ്യം മാത്രമല്ലായിരുന്നു, ഒരു ഭാഗവതരും കൂടിയായിരുന്നു. വൈദ്യരും ഭാഗവതരും? അതെങ്ങനെ? കേട്ടില്ലേ? വൈദ്യനാഥ ഭാഗവതർ. അങ്ങനെ. അപ്പൊ നിങ്ങളുടെ അച്ഛനോ? എന്റെ അച്ഛൻ ഒരു സംഗീതജ്ഞനായിരുന്നു. ആണോ? തമ്പാനൂർ രാമസ്വാമി. തമ്പാനൂർ രാമസ്വാമിയാ? തഞ്ചാവൂർ രാമസ്വാമി എന്നല്ലേ? തഞ്ചാവൂർ ഒരു പോലെ വണ്ടിക്കൂലി ഇല്ലായിരുന്നു. തമ്പാനൂർ ചെറിയൊരു കച്ചേരി തന്നെ പേരിട്ട്. ഇങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാനൊരു കല്യാണം കഴിച്ചു, അതിലൊരു കൊച്ചുണ്ടേ. അതെ, അല്ല MK മേനോനെ, നമ്മൾ ഈ കൊച്ചുണ്ടെ കല്യാണം കഴിച്ചു കഴിഞ്ഞാല് ഇത് ഈ താലിമാലയൊക്കെ എടുത്ത ചെറിയ ഉണ്ടകളും വലിയ ഉണ്ടകളൊക്കെ ആയിരിക്കും അല്ലേ? അതല്ലെന്ന് പുള്ളി ഉദ്ദേശിച്ചത്. കൊച്ചുണ്ടെ കല്യാണം കഴിച്ച ഇദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു കൊച്ചുണ്ടാപ്രിയാണെന്ന്. ഞാൻ വാ തുറന്നാ വല്ലതും പിടിച്ച് മായം കായൊക്കെ പിടിച്ച് പറയും. പിന്നെ വള്ളിയും പുള്ളി ഞാൻ അങ്ങോട്ട് വേർത്തങ്ങോട്ട് പറയും. അതല്ല പറഞ്ഞത്. ഞാൻ കല്യാണം കഴിച്ച് എനിക്ക് അതിനകത്തൊരു കൊച്ചുണ്ടെന്ന്. അതല്ലേ ഞാൻ പറഞ്ഞത്. ഇവരിലുള്ള കൊച്ചല്ലേ? അല്ലല്ല, എനിക്ക് അതിൽ കൊച്ചില്ല. എന്ത് പുള്ളിക്കാരെ ഏക്കുന്ന പരിപാടിയില്ല. എന്നെ സംരക്ഷിക്കാൻ വേണ്ടി ജനങ്ങളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഒരു സാറുണ്ട് നമുക്ക്. പുള്ളിയാണ് എനിക്ക് എല്ലാ രീതികളും പറഞ്ഞു തരുന്നത്. അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക. സ്ത്രീകളുടെ കാര്യത്തിൽ മുൻപന്തിലൊന്നും കണക്ട് ചെയ്യുന്ന നോക്കട്ടെ. ഹലോ ഹലോ
സാറേ നമ്മള് ഈ പാർവതി സാരിസറ കേസുമായിട്ട് വിളിക്കുവാണ്. നമ്മുടെ MK മേനോനുമായിട്ടുള്ള വിഷയം. അവൾ നല്ല കുട്ടിയാണ്. പല സാഹചര്യങ്ങളിലും അവളെ ഞാൻ സംരക്ഷിച്ചിട്ടുണ്ട്. വളരെ വിശ്വസതയോടെ കൂടെ നിർത്താൻ സാധിക്കും. എങ്ങനെ? എന്റെ ഉറപ്പാണ്. ധൈര്യമായി വിളിച്ചുകൊള്ളൂ. നല്ല പാർട്ടി തന്നെ വിളിച്ചത്. ഇത്തിരി പിള്ളേക്ക് വേറൊരു ട്രിപ്പ് ഉണ്ട്. എന്താണ്? ഞാൻ കാണിച്ചു തരാം. ചിങ്കാരി പ്രാവേ കണ്ണാലി ഭാരതീയരെ, അപ്പം വണ്ടിക്കൂലിയും ചെലവാക്കി അങ്ങ് വന്നതല്ല MK മേനോൻ വരുത്തിയതാണ്. എങ്ങനെയാ തീരുമാനം? ഒഴിവാക്കണം. അല്ല, നിങ്ങളുടെ സ്ഥലം എവിടെയാണ് കറക്റ്റ് പറഞ്ഞത് സാരസ്യ? നമ്മൾ പാലക്കാട് വരൂലേ? ഞാൻ വരണത്തിന് ഒരാളെ കൊണ്ടുപോയിട്ട് ഇപ്പൊ കിടന്ന് പുള്ളിയായിരുന്നു ഉരുവെന്ന് ഞാനിവിടെ. പിന്നെ നമ്മൾ പാലക്കാട് മുണ്ടൂര് ഇറങ്ങണം. അവിടെ നിന്ന് ഒരു മുട്ടുക്ക് വഴി അങ്ങോട്ട് കയറി ചെല്ലുമ്പോ ഒരു മല കാണും. മലയുടെ അവിടെ നമ്മൾ താപ്പോട്ട് ഇറങ്ങി ചെല്ലുമ്പോ ഒരു കണ്ടം. കണ്ടം കഴിയുമ്പോ ഒരു തെങ്ങും തടി പാലം ഉണ്ട്. അതിലേക്ക് അങ്ങ് പോകണം. അവിടെ തെങ്ങും തടി പാലം അല്ലോ. കറക്റ്റ് ഒരു പോസ്റ്റ് അല്ലേ ഇട്ടേക്കുന്നത്? ഇല്ല, തെങ്ങും തടി പാലം മാത്രമേ ഉള്ളൂ. ഒരു കോൺക്രീറ്റിന്റെ പോസ്റ്റ് ആണല്ലോ ഇട്ടേക്കുന്നത്. ഞാൻ തെങ്ങും തടി പാലം ഒന്ന് കറക്റ്റ് പോസ്റ്റ് ആണോ ഇട്ടേക്കുന്നത്? നിനക്ക് അറിഞ്ഞൂടേത്? ആ പോസ്റ്റിനുള്ളിൽ പലതവണ ഞാൻ പച്ചക്കറി മേടിച്ചുകൊണ്ട് ഞാൻ എത്ര തവണ വീട്ടിൽ വന്നിരിക്കുന്നു. MK മേനോൻ പിന്നെ തെങ്ങും തടി കൂടെ നടക്കാൻ പറ്റില്ല. പോസ്റ്റിന്റെ സുഖമായിട്ട് നടന്നു പോകായിരുന്നു. നിങ്ങൾ നേരത്തെ എന്താ പറഞ്ഞത്? മുണ്ടൂര് പോയിട്ടില്ലെന്ന്. ഇവിടെ എന്തോ ഇട്ടേക്കെന്ന് പറഞ്ഞ? എനിക്കറിയില്ല. എനിക്കാരെയും അറിയില്ല. ഇപ്പൊ എല്ലാരും നാട്ടുകാരറിഞ്ഞു. ഇത്രയും നാളും സമ്മതിക്കാത്ത MK മേനോൻ എന്റെ കുട്ടികളുടെ എന്റെ കല്യാണത്തിന്റെ കാര്യം തീരുമാനിച്ചിരിക്കുന്നു. അപ്പൊ ഓക്കെ, എനിക്ക് ഹാപ്പിയായി. തീരുമാനമായില്ലേ? എനിക്കറിയില്ല. ഇത്രയും സമയം നിങ്ങൾ അറിയത്തില്ല. നിങ്ങളൊരു മനുഷ്യരാണ്. ഒരു സ്ത്രീ വന്ന് ഇത്രയും സമയം സംസാരിച്ചിട്ട് ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ തള്ളയല്ലേ ഈ വന്ന് സംസാരിച്ചു? ഒരു അമ്മ വന്ന് സംസാരിച്ച പോലും മനസ്സിലായി വിങ്ങി പൊട്ടുന്നു. കാര്യം പറഞ്ഞു. ഹലോ, പറഞ്ഞോ. ഓ, ഞാൻ വരാം. ഞാൻ അങ്ങോട്ട് വന്നിട്ട് സംസാരിക്കും. എന്താ സാറേ? വീട്ടിന്റെ ഫ്രണ്ടിലെ ഒരു സ്ത്രീ വന്ന് നിൽക്കുന്നുണ്ട്. ഒരു കൊച്ചിനെയും കൊണ്ട് പിതൃത്വം തെളിയിക്കാൻ വേണ്ടി. എന്തോ സരസ്വതി സാരസ്യാർ. അയ്യോ, എന്റെ അനിയത്തി. കുടുംബത്തോടെ ഇത് തന്നെ പരിപാടി. നല്ല ഉഗ്ര സ്കിറ്റ്, നല്ലൊരു കൈയടി. മലയാളത്തിലുള്ള പല സൂപ്പർ ഹിറ്റ് ഫിലിംസിന്റെ ക്ലൈമാക്സ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഫ്ലോറിൽ നിന്നാണ് അറിയാൻ തുടങ്ങിയത്, അല്ലേ ഷാജോ ചേട്ടാ? അതെ. സെൽവൻ, ശ്യാം, ശംഭു, നല്ല സ്കിറ്റായിരുന്നു. നല്ല സ്കിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വരുമ്പോൾ നമുക്കറിയാം എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേക പരിപാടികൾ പിടിച്ചോണ്ടേ വരുവുള്ളൂ എന്ന്. ശംഭുവിൻ്റെ കോസ്റ്റ്യൂമൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ശംഭു. പിന്നെ ശ്യാമാണെന്നുണ്ടെങ്കിൽ ശ്യാം നന്നായിരുന്നു കേട്ടോ. തിലകൻ ചേട്ടൻ്റെ സ്ഥാനം പിടിച്ച് കോസ്റ്റ്യൂമൊക്കെ നന്നായിട്ട് ചേരുന്നുണ്ട് ശ്യാമിന്. അടിപൊളിയായിട്ടുണ്ട്. സെൽവ, എനിക്ക് പറയാനുള്ളത് എല്ലാം ഇപ്പം ഈ അടുത്ത് വന്ന് കണ്ട സ്കിറ്റുകളിലൊക്കെ ഒരേ സ്വഭാവം ഫീൽ ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. സ്കിറ്റിൻ്റെ ഒരു പോക്ക് അത് എനിക്ക് മാത്രം തോന്നുന്നാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സെൽവൻ ടീമും വരുമ്പം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാധനമായിരിക്കും പിടിച്ചുകൊണ്ട് വരുന്നത്. നമ്മൾ അതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ അത്തരം തമാശകൾ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള പരിപാടികളായിരുന്നു നിങ്ങൾ പിടിച്ചുകൊണ്ട് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നത് നമ്മളെന്താണോ നമ്മളിവിടെ നിന്ന് നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നത് അതുപോലൊക്കെയാണ് കഥ പോകുന്നതും സെൽവൻ വരുന്ന ക്യാരക്ടറും ഒക്കെ. സാധാരണ സെൽവൻ കുറേ സ്കിറ്റുകൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത ക്യാരക്ടേഴ്സ് പിടിച്ചോണ്ടാണ് സെൽവൻ വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. സ്കിറ്റ് മോശമൊന്നുമല്ല എൻ്റെ അഭിപ്രായം, പക്ഷേ നിങ്ങളിൽ നിന്ന് ഇത് പോരാന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ അതുപോലെ ഇഷ്ടപ്പെടുന്നൊരു ടീമാണ് സെൽവനെയും ടീമിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളുടെ ഒരു കപ്പാസിറ്റി ഇതല്ല ആക്ച്വലി. അപ്പം സെൽവൻ എന്തോരം ക്യാരക്ടേഴ്സ് വോയിസ് മോഡുലേഷൻ മാറ്റിയിട്ട് കോസ്റ്റ്യൂം മാറ്റിയിട്ട് ഒക്കെ വന്നിട്ടുണ്ടല്ലോ, അതെല്ലാം ഗംഭീരമായിരുന്നു. അപ്പോൾ ഇത് മോശമാണെന്നുള്ളതല്ല, അതേപോലത്തെ ഒരു കാണാൻ ഒരു കൊതി കൊണ്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഷൈൻ ചേട്ടാ. വിജുക്കുട്ടൻ ചേട്ടാ? നന്നായിരുന്നു കേട്ടോ, നന്നായിരുന്നു. നല്ല കൗണ്ടറുകളും തമാശകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഈ ശ്യാമിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ശ്യാം അത് കറക്റ്റായിട്ട് ആദ്യം തുടങ്ങി അവസാനം വരെ ആ ശബ്ദത്തിൻ്റെ ഡെപ്ത് വരെ കറക്റ്റായിട്ട് തമാശയാണെങ്കിലും പിടിച്ച് അത് നമ്മൾ തമാശക്ക് ചെയ്യുമ്പോൾ കയ്യിൽ നിന്നൊക്കെ പോകുമല്ലോ. പക്ഷേ നിങ്ങൾ ആദ്യം തുടങ്ങി അവസാനം വരെ വേറെ സാധനം നിരന്തരമായിട്ട് പറയുമായിരുന്നല്ലോ.
എനിക്കറിയില്ല. അതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റിയിട്ട്. അതുപോലെ തന്നെ ശംഭു ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ആറാടിയിട്ടേ പോകാറുള്ളൂ. അത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 3 പേരും നല്ല കോമഡിയാണ് കൊണ്ടുവന്നത്. എല്ലാവരിലും 3 പേരിലും ഓരോരുത്തരായിട്ടുള്ള ഹ്യൂമർ ഉണ്ടായിരുന്നു. മൊത്തം ടോട്ടൽ നോക്കുമ്പോൾ കുഴപ്പമില്ല, നന്നായിരുന്നു. ക്ലൈമാക്സിൽ ചെറിയൊരു പഞ്ചുകുറവ് പോലെ എനിക്ക് തോന്നിയായിരുന്നു. അത് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. ബാക്കിയെല്ലാം നന്നായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. പ്രചോദേട്ടാ, ഞാൻ ഈ ത്രെഡിന് നല്ല കൈഡ് തരാം കേട്ടോ. ഉഗ്രം ത്രെഡ്. ജീവ പറഞ്ഞ പോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ത്രെഡുകളാണ് ഈ ഫ്ലോറിൽ പല സിനിമകൾ. ഇപ്പോൾ സിനിമ സ്പൂഫ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ സ്പൂഫിൻ്റെ സിനിമയുടെ ക്ലൈമാക്സിൽ നിന്നും അടുത്ത 2ാം ഭാഗം ചിന്തിക്കാത്ത സാധനങ്ങളാണ് നിങ്ങൾ കൊണ്ട് പ്ലേ ചെയ്യുന്നത്. 3 പേര് നന്നായിട്ട് പെർഫോം ചെയ്തു. പക്ഷേ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഈ പ്രോഗ്രാം സീസണാണ്. അപ്പം എന്തെങ്കിലും നമ്മൾ തിരക്കിൽ പെട്ടുപോയതിൻ്റെ ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനതിനെ വിമർശിക്കുന്നു. അല്ല, അല്ലെങ്കിൽ ഇതിങ്ങനെയല്ല ഇതിൻ്റെ ലെവല്. കാര്യം ഉഗ്ര സാധനമായിരുന്നു ഇത്. അല്ലെങ്കിൽ ഈ സാധനം ഈ ലെവലിൽ നിൽക്കേണ്ടതല്ല. ചെലവിനെ തന്നെ അറിയാതെ എനിക്ക് തോന്നുന്നു ആ തിരക്കാണ്. ശരിയാ, നമുക്ക് പ്രോഗ്രാം പിടിച്ച് പ്രോഗ്രാമിനും പോകണം, ഇതും കൊണ്ടുപോകണം. നമ്മളതെല്ലാം ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. കാര്യം നിങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ വഴിയെ പോകുന്നവരൊക്കെ വെറുതെ നെഗറ്റീവ് കമൻറ്റ് ഇട്ട സെൽവൻ അവരെ കൊണ്ട് പോസിറ്റീവ് കമൻറ്റ് ഇടിപ്പിച്ച ആളാണ് അല്ലേ? അത് എന്തിനാ ഇടുന്നത് നമുക്ക് പോലും അറിയില്ല. പക്ഷേ അവരെ കൊണ്ട് പോസിറ്റീവ് കമൻറ്റ് ഇടിപ്പിച്ചാണ് നിങ്ങളുടെ സ്കിറ്റ് കൊണ്ട്. അപ്പോൾ അത് നമ്മൾ നിലനിർത്തി പോകണം. അപ്പോൾ അടുത്ത് പൊളിക്കുക. ഓൾ ദി ബെസ്റ്റ് 3 പേർക്ക്. താങ്ക് യു പ്രചോദേട്ടാ. നമ്മള് മാർക്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരാളുടെ ഫാമിലി നമുക്കൊന്ന് പരിചയപ്പെടാം. ശ്യാമിന്റെ ഫാമിലിയെ കൊണ്ടല്ലോ. അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ ശ്യാമിന്റെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരെയും വിളിക്കാം. നല്ലൊരു കൈയടി. എല്ലാവർക്കും ഇത് ഐറ്റം വേറയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ശ്യാമെ, ഞങ്ങൾക്ക് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തി തരുമോ? ഇത് ഭാര്യ. പേര് 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 മിലി. ഭാര്യയുടെ പേര് ഭാര്യ തന്നെ പറയട്ടെ. അത് പറയാൻ പറ്റില്ല. മിലി. ഓക്കെ. മക്കള്? എന്റെ മക്കള് മൂത്ത മകൻ. പേര് പറഞ്ഞു കൊടുക്കും. മറ്റെന്ത് ഒളിച്ചു നിൽക്കുന്നത്? അവനോട് കൊടുക്ക്. പേര് പറ. അനശ്വറും. ആദിത്യ എത്രല്ല പഠിക്കുന്നേ? 2ല്. അനശ്വറോ? 1. ഓക്കെ. ഇതാണ് എന്റെ അമ്മ. അമ്മ നമസ്കാരം. അമ്മ നമസ്കാരം. പറഞ്ഞമ്മ പേര് പറ. ലതിക. പിന്നെ അടുത്ത ആള് ഇതെന്റെ അളിയനാണ്. അളിയന്റെ പേര് വിഷ്ണു. അല്ല, അളിയൻ എന്ന് പറഞ്ഞാല് വൈഫിന്റെ അങ്ങനെയാണോ? ഓക്കെ. അളിയന്റെ വൈഫാണത്. അതെ. അളിയന്റെ വൈഫിന്റെ പേര് ശില്പ. ഓക്കെ. അത് ചേച്ചിയുടെ മകൻ. ചേച്ചിയുടെ മകൻ. മിലിയുടെ ചേച്ചിയുടെ മകൻ. എന്റെ പേര് അശ്വിൻ. എന്താ ചെയ്യുന്നേ? ശ്യാമിനെ പറ്റി നമുക്കറിയാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന രസമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അമ്മയ്ക്കൊന്ന് മൈക്ക് കൊടുക്കോ? അമ്മ പറയണം. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് ശ്യാം അറിഞ്ഞിട്ട് കൊണ്ടുവന്നാണോ അറിയാതെ കൊണ്ടുവന്നാണോ? ശ്യാമിന്റെ നിപ്പ് കണ്ടിട്ട് പെട്ടുപോയല്ലോ. പക്ഷെ ബിജുക്കുട്ടാ, എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ശ്യാമിനാ. അതെ. ഇത്രയും പേരില്ലേ കുടുംബത്തല്ലേ? ഇനിയുണ്ട്. അമ്മ പറ. അമ്മ ശ്യാമിനെ കുറിച്ച് പറ. ശ്യാമിന്റെ കുട്ടിക്കാലം, ശ്യാമിന് കലയിലേക്ക് വന്നത്. കുട്ടിക്കാലം എന്ന് വെച്ചാൽ പഠിക്കുന്ന സമയത്ത് ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണിത് ദൈവത്തിന്റെ കാരുണ്യം കൊണ്ടത് നടന്നത്. ഇനിയും മുൻപോട്ട് പോകണമെന്നുള്ളതാണ്. ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്യാമിന്റെ അച്ഛനെ കുറിച്ചൊന്ന് പറയോ? അച്ഛൻ മരണപ്പെട്ടു പോയി. ഓക്കെ. പേരെന്തായിരുന്നു അച്ഛന്റെ? ശശി. ശശി എന്നായിരുന്നു അല്ലേ? എത്ര വർഷമായി ഇപ്പം? 2 വർഷം ആവാൻ പോണു. ഓ ശരി. മിലി പറ. മിലി സ്വന്തമായിട്ട് സിനിമയുള്ള ആളാ. അതെ. മിലി, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പൊ ശ്യാം ഒരുപാട് കഷ്ടപ്പെട്ട് ആണ് ഇതുപോലൊരു ഫ്ലോറിൽ വന്നിട്ട്. ഇപ്പൊ ശ്യാമിന് ഒരുപാട് ഫാൻസ് ഉണ്ട്. ശ്യാമിന്റെ തമാശകൾ കേൾക്കാൻ ആളുണ്ട്. ശ്യാം ഇപ്പൊ ഒരു സെലിബ്രിറ്റിയാണ് അല്ലേ? അപ്പം ഈ ഒരു അവസ്ഥയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? 8 വർഷമായിട്ട് ശ്യാമിനെ അടുത്ത് നിന്ന് കണ്ടോണ്ടിരിക്കുന്ന ഒരാളാണ്. അതെ. പറഞ്ഞോ. അല്ല, നമ്മളെ ലവ് മാരേജ് ആയിരുന്നു. അതെങ്ങനെയായിരുന്നു? എവിടെ വെച്ചാണ് കണ്ടത്? അങ്ങനെ അവിടുന്ന് തുടങ്ങി. ഫോൺ കോണ്ടാക്ട് ആയിരുന്നു. ഫോൺ വഴിയുള്ള ഇതായിരുന്നു. പെട്ടെന്ന് ഒരു നമ്പർ വന്ന് അങ്ങനെ പരിചയപ്പെട്ട. അവന്റെ നമ്പർ അതിങ്ങനെ ലാസ്റ്റ് മുതൽ ഇങ്ങനെ വിളിച്ച് അങ്ങനെയാണ് കിട്ടി. എന്നിട്ട് പ്രപ്പോസ് ചെയ്തു. ഇഷ്ടമാണെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ രണ്ടുപേരും ഒന്നിച്ചത്. ഓക്കെ. അല്ല, എത്ര വർഷം പ്രേമിച്ച്? നമ്മളൊരു ഏതാണ്ട് ഒരു 9 വർഷം വരെ അങ്ങനെ ആയിരുന്നു. ഓ ശരി. 9 വർഷം പ്രണയിച്ചുള്ള വിവാഹമാണ്. ശ്യാമിന്റെ മുഖത്ത് എന്താണെന്നറിയോ? എനിക്കറിയില്ല. ശരിയാണ്. ആ ആറ്റിറ്റ്യൂഡ് മാറി. ശ്യാമ നിന്ന് ഉരുകുവാ. അല്ല, ഇനി എന്തൊക്കെ വിളിച്ചു അയ്യോ എന്നുള്ളതാണ് ശ്യാമിന്റെ. ലതികമ്മ
അമ്മയ്ക്ക് എന്തോ പറയാനുണ്ടല്ലോ. എന്തോ വന്ന് ഷെൽവേട്ടോട് ഒന്ന് പറഞ്ഞിട്ട് പോയി. അത് പറ. എന്താണ്? ഞാൻ തൊഴിലുറപ്പിന് പോകുന്നതാണ്. അപ്പൊ അവരെ എല്ലാവരെയും ഓഡിയൻസിലായിട്ട് ക്ഷണിക്കണമെന്ന് അവർ പറഞ്ഞു വിട്ട്. ഓ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഡയറക്ടർ സാറിനോട് അത് പറയാം കേട്ടോ. തീർച്ചയായിട്ടും. വേളമാനൂരാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടുത്തെ എല്ലാവരെയും ഒന്ന് ഹായ് പറയണമെന്ന് അവരെന്നോട് പറഞ്ഞു വിട്ടു. അപ്പൊ വേളമാനൂരുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വക ഒരു വലിയ ഹായ് കേട്ടോ. ശരി, എന്തായാലും സന്തോഷം ശ്യാമ, ഒരുപാട് സന്തോഷം കേട്ടോ. ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് ഫാമിലി വന്നതിൽ അമ്മ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ ഇനി ഒരുപാട് ദൈവം അനുഗ്രഹിച്ച് ശ്യാം ഇനി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. അതിന് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എന്നും ഉണ്ടാവും. എന്താമ്മാ? ഓക്കെ, വിഷമിക്കണ്ടമ്മാ. എല്ലാ ദോഷം കൊണ്ടുള്ള കണ്ണുനീരാണത്. കരയണ്ടമ്മാ. അച്ഛനെ ഓർമ്മിച്ച് കരഞ്ഞു പോയത്. ഇപ്പം എന്തായാലും അച്ഛൻ മേളിലിരുന്ന് സന്തോഷിക്കുന്നുണ്ടാവും. കാര്യം ഇതുപോലെ ഒരുപാട് പേര്, ലക്ഷക്കണക്കിന് മലയാളികൾ സ്നേഹിക്കുന്ന ഒരു കലാകാരനായിട്ട് വന്നില്ലേ. ഇനിയിപ്പം നാളെ നമുക്ക് സിനിമയിലും ഒക്കെ കാണാൻ പറ്റും. അത്രയ്ക്ക് കഴിവുള്ള ഒരാളാണ് ശ്യാം. നമ്മൾ വെറുതെ പറയുന്നതല്ല. അപ്പോൾ എന്തായാലും അതിനെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ എന്നും ശ്യാമിനൊപ്പം ഉണ്ടാവും കേട്ടോ അമ്മേ. ഇനി കരയരുത്. ഓക്കെ, ശരി, സന്തോഷം. കരയരുത്. ഞങ്ങളൊരു കാര്യം ഏൽപ്പിച്ചാൽ കൃത്യമായിട്ട് ചെയ്യുമോ? വേളമാനൂരുള്ള എല്ലാരെ കൊണ്ട് ഇത് ഐറ്റം വേറെ ഒരു എപ്പിസോഡിലൂടെ വിടാതെ കാണിക്കണം. കരച്ചിൽ മറ്റൊരു പാട്ട് പാടിയാലേ? ചേട്ടന്റെ വീട്ടിലെ പട്ടിക്ക് പിടിച്ചു, പട്ടി ചേട്ടത്തിയെ കടിച്ചു, 2 കുട്ടികളെ കടിച്ചു, പിന്നെ അയലത്തെ അവരുടെ പെടലേക്ക് ഒരു കടി. ചേട്ടന്റെ വീട്ടിലെ പട്ടിക്ക് പിടിച്ചു. ശ്യാമിന് ക്ലൈമാക്സ് എന്താണെന്ന് അറിയാട്ടോ. ചെറുനാരങ്ങ കൊടുത്തൊന്ന് നോക്കി, പക്ഷെ പട്ടിക തെറ്റില്ല. ചേട്ടൻ കല്ലെടുത്തെറിഞ്ഞൊന്ന് നോക്കി, ചേട്ടൻ വടിയെടുത്തടിച്ചൊന്ന് നോക്കി, പക്ഷെ പട്ടിക തെറ്റില്ല. പട്ടികെറിഞ്ഞ കല്ലെങ്കിൽ ചെന്ന് ചേട്ട തീരെ പെടലേക്ക് കൊണ്ട് ചേട്ടത്തിയാ ചെറുവേടത്തൊരാങ്ങൊരു അടി. അവനറിയാട്ടോ, കറക്റ്റ് സിറ്റുവേഷൻ അറിയാം. ക്ലൈമാക്സ് എവിടെയാണ് കൊണ്ട് നിർത്തുന്നതൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാം. അവന് അടിപൊളി കേട്ടോ. എന്താ മിലി? മക്കൾ പഠിക്കുന്ന സ്കൂളില് എല്ലാ ടീച്ചേഴ്സിനും ഒരു ഹായ് പറയാനായിട്ട്. സ്കൂള് അനുപ്പാറ LPS ഇടയ്ക്കോട്. ഓക്കെ, അനുപ്പാറ LPS ഇടയ്ക്കോട്. നമ്മുടെ പ്രിയപ്പെട്ട ശ്യാമിന്റെ മകൻ പഠിക്കുന്ന ആ സ്കൂളിലെ എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വക വലിയൊരു ഹായ്. പിന്നെ നാട്ടുകാർക്കും വലിയ. ഇനി ഞങ്ങൾ ഹായ് പറയില്ല, കാര്യം അവിടെ തമ്പുരാട്ടി നിന്ന് പുഴുക്കുക. അല്ല, പതിവില്ല. അപ്പൊ ശ്യാമിന്റെ കുടുംബത്തിന് ഒരു നല്ല കൈഡി. എല്ലാരെയും കണ്ടതില് ഒത്തിരി സന്തോഷം കേട്ടോ. അമ്മ മറക്കണ്ട, മറ്റേ മുഴുവൻ ആൾക്കാരെയും കൊണ്ട് എല്ലാ ദിവസവും കാണിക്കണം കേട്ടോ. ഓക്കെ, എന്നാ അങ്ങോട്ട് പോവാ. അപ്പോ ഈ സ്കിറ്റിന്റെ മാർക്സ് ബിജുക്കുട്ടൻ ചേട്ടാ എത്ര? 10,000 രൂപ. ഓക്കെ, ചേട്ടാ 10,000 രൂപ തന്നു. ശരി, ഞാനും 10,000 രൂപ. ടോട്ടൽ 20,000 രൂപ. ഷാജൻ ചേട്ടാ ബാക്കി എന്റെ വകയാണ്. ടോട്ടൽ എമൗണ്ട് 40,000 രൂപ. അടിപൊളി. നമ്മുടെ 75 അല്ല, അതിലേക്ക് വരണം, അതിന്റെ മേളി വരണം. ഓക്കെ, അടുത്ത പ്രാവശ്യം. ശരിയെന്നാ അങ്ങട്. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.